നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്, ഒപ്പം ഞാൻ അനു സുരജ്. ഇന്നും നിരവധി വാർത്തകൾ. അതിൽ ഏറ്റവും പ്രധാന ഒരു ഇടുക്കിയിലേക്കാണ് എല്ലാ ക്യാമറ കണ്ണുകളും ആദ്യമുള്ളത്. കാരണം ഗ്രാമ്പിയിൽ കടുവയ്ക്കായുള്ള ദൗത്യം ഇന്നലെ മുഴുവനും ഉണ്ടായിരുന്നു, തെരച്ചിലുണ്ടായിരുന്നു, പക്ഷെ കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ ഇന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട് എവിടെയാണ് എന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. മയക്കുവെടി വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ കടുവയ്ക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് മാത്രമല്ല, മറ്റു നിരവധി വിശേഷങ്ങൾ, അന്തർദേശീയ വാർത്തകൾ, ദേശീയ വാർത്തകളുണ്ട്. റെസിന ഡയലോഗ് ഇന്ന് ഡൽഹിയിൽ തുടങ്ങുകയാണ്. വിശദമായ വാർത്തകളിലേക്ക് എത്താം. ആദ്യം തലക്കെട്ടുകൾ. ശ്രദ്ധ നേടി പ്രധാനമന്ത്രിയുടെ അന്താരാഷ്ട്ര പോഡ്കാസ്റ്റ് അഭിമുഖം. ഗോദ്ര സംഭവവും ഗുജറാത്തും പരാമർശിച്ചു. വികസനം ഭാരതമില്ലാതെ സാധ്യമാകില്ലെന്ന് നരേന്ദ്രമോദി. സംഘർഷം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങളോട് മോദി. തന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ അഭിമുഖമെന്ന് ലെക്സ് ഫ്രിഡ്മാൻ. ഇടുക്കി ഗ്രാമ്പിയിലെ കടുവ വണ്ടിപ്പെരിയാർ അരണക്കല്ലിൽ. വനം വകുപ്പ് സംഘം സ്ഥലത്ത്. മയക്കുവെടി വെച്ചേക്കും. വിവരാവകാശ കമ്മീഷനിലും ചുവപ്പ് നട. തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത് ആയിരക്കണക്കിന് പരാതികൾ. വിവരാവകാശ നിയമം അട്ടിമറിക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നെന്ന് ആക്ഷേപം. കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ ആൾക്കായി തിരച്ചിൽ. രാത്രി മുഴുവനും നീണ്ട പരിശോധന വിഫലം. സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ. സമരം കടുപ്പിക്കാൻ ആശമാർ. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം. സമരം പൊളിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കരുതലോടെ ആശാവർക്കർമാർ. നിർബന്ധിത പരിശീലന പരിപാടി ബഹിഷ്കരിക്കും. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ചോദ്യം ചെയ്യാൻ ഇഡി. വൈകിട്ട് ഡൽഹി ഇഡി ഓഫീസിലെത്തണം. സമൻസിനോട് പ്രതികരിക്കാതെ കെ രാധാകൃഷ്ണൻ. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഇന്ന് നിർണായകം. ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുതയിൽ ഹൈക്കോടതി വിധി രാവിലെ. വിധി പറയുക വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജിയിൽ. പത്താം റെയ്സിന ഡയലോഗിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ മുഖ്യാതിഥി. പരിപാടിയിൽ 125 രാജ്യത്തെ പ്രതിനിധികൾ. യമനിൽ ഹൂതികൾക്കെതിരെ US ആക്രമണം തുടരുന്നു. ഹുദൈദ തുറമുഖം ലക്ഷ്യമാക്കി ശക്തമായ ആക്രമണം. 53 പേർ കൊല്ലപ്പെട്ടു. സിറിയൻ സൈനികരെ ഹിസ്ബുള്ള തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന് സിറിയൻ പ്രതിരോധ മന്ത്രാലയം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കടുവയെ പിടികൂടുന്നതിനുള്ള ദൗത്യത്തിലേക്ക് തന്നെയാണ് നമ്മളും പോകുന്നത്. ഇടുക്കി ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ സമീപ പ്രദേശമായ അരണക്കല്ലിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തോട്ടം തൊഴിലാളിയുടെ പശുവിനെയും നായയെയും കടുവ കൊന്നു. നാരായണൻ എന്നയാളുടെ വളർത്തു മൃഗങ്ങളെയാണ് കടുവ കൊന്നത്. കടുവയെ വനം വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനും കഴിയുന്നത്. ദൗത്യം എന്ന നിർണായക ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, എന്തായാലും ഇപ്പോൾ നിലവിൽ കടുവയെ കണ്ടെത്തിയിട്ടുണ്ട്, അരണക്കല്ലിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെയുള്ളൊരു തോട്ടം തൊഴിലാളിയുടെ വളർത്തു മൃഗങ്ങളെ കടുവ കൊന്നിരിക്കുകയാണ്. ഇനി അടുത്ത രീതിയിൽ ഈ രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ ദൗത്യ സംഘം എങ്ങനെയാണ് നീങ്ങുന്നത്? ഇന്ന് തന്നെ മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ?
മയക്കുവെടി വെക്കാൻ ഇന്ന് തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തന്നെ കോട്ടയം DF അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കടുവയെ ജനവാസ മേഖലയിൽ എവിടെ കണ്ടാലും മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് എന്തായാലും വനംവകുപ്പ് കടന്നിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു അരണക്കൽ മേഖലയിൽ ഈ കടുവയെ കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളോട് ലയങ്ങളോട് ചേർന്ന് ഇത്തരത്തിൽ കടുവയെ കാണുന്നത്. ഈ തോട്ടം തൊഴിലാളിയായിട്ടുള്ള നാരായണൻ എന്നയാളുടെ പശുവിനെയും അതുപോലെ തന്നെ വളർത്തു നായ്ക്കളെയും ഈ കടുവ കൊന്നു തിന്നുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കടുവയുടെ വ്യക്തമായ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ആ സമയത്ത് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഈ മേഖലയിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തോട് തൊട്ടടുത്ത് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നതിന് എതിർവശത്തായി ഈ കടുവ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ നേരിയ മൂടൽമഞ്ഞ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂടൽമഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു ദൗത്യത്തിലേക്ക് കടക്കാനാണ് എന്തായാലും വനംവകുപ്പിന്റെ തീരുമാനം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഉള്ള ഡോക്ടറും, അതായത് ഡോക്ടർ അനുരാജും അതുപോലെ തന്നെ ദൗത്യ സംഘവും എല്ലാം ഇവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു താമസം മാത്രമാണ് ഈ ദൗത്യത്തിലേക്ക് കടക്കാനുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ മുതൽ കൃത്യമായ നിരീക്ഷണം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തി വരികയായിരുന്നു. അതായത് ഗ്രാമ്പീൺ മേഖലയിൽ 2 ദിവസം മുമ്പ് ഈ കടുവയെ കാണുന്നു. ഒരു ദിവസം മൊത്തം ആ കടുവ അവിടെ ഒരു ചതുപ്പിൽ ചിലവഴിക്കുകയും ചെയ്തു. ആ സമയത്ത് ഡ്രോൺ ദൃശ്യങ്ങളൊക്കെ ഉപയോഗിച്ച് കടുവയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകിട്ടാണ് ഈ ഒരു ദൗത്യത്തിലേക്ക്, അതായത് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നത്. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് അവർ കടക്കാനുണ്ടായ പ്രധാന സാഹചര്യം എന്നുള്ളത് ഇത്തരത്തിൽ ഈ കടുവയുടെ പിൻകാലിനേറ്റ പരിക്കാണ്. ഈ പരിക്ക് ഉള്ളത് കൊണ്ട് തന്നെ കടുവ അധിക ദൂരം സഞ്ചരിക്കാനോ അല്ലെങ്കിൽ കൂട്ടിലേക്ക് കയറാനോ ഉള്ള സാധ്യതയില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഈ മയക്കുവെടി വെക്കാൻ തീരുമാനിക്കുന്നത്. ഏകദേശം 22 ദിവസമായി ഈ കടുവ ഈ ഒരു ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ, അതായത് ഗ്രാമ്പി ഉൾപ്പെടെയുള്ള ഗ്രാമ്പിയിലെ തന്നെ പല സ്ഥലങ്ങളിൽ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ഈ മേഖലയിൽ, അതായത് ആദ്യം കണ്ട കടുവയുടെ സാന്നിധ്യം നിരന്തരമായി കണ്ടുകൊണ്ടിരുന്ന വെടിക്കുഴി മേഖലയിൽ ഈ ഒരു കൂട് സ്ഥാപിക്കുകയും ചെയ്തത്. ഇതിനുശേഷം ഈ കൂടിന് എതിർവശത്ത്, അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടിന് എതിർവശത്തേക്ക് ഈ കടുവ പോവുകയും ചെയ്തു. ഒരു ഏകദേശം 300 മീറ്റർ മാറിയാണ് ഗ്രാമ്പിയിൽ ഈ കടുവ എത്തുന്ന സാഹചര്യമുണ്ടായത്. അവിടെ കൃത്യമായ നിരീക്ഷണം നടത്തുന്നതിനിടെ ഇന്നലെ പുലർച്ചയോടുകൂടി കടുവ അപ്രത്യക്ഷനാവുകയായിരുന്നു. കൃത്യമായി നിരീക്ഷണം നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല. രാവിലെ മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡ്രോൺ നിരീക്ഷണത്തിലൊന്നും തന്നെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായി. ഇതിനുശേഷം അവിടെ ഇറങ്ങിയുള്ള പരിശോധന, അതായത് ആ ചതുപ്പിൽ ഇറങ്ങി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ചെയ്തു. സ്നൈഫർ ഡോഗിനെ ഒക്കെ എത്തിച്ചുകൊണ്ടാണ് ആ ഒരു പരിശോധന അവിടെ നടത്തിയത്. ഈ ഡ്രോൺ നിരീക്ഷണത്തിൽ കടുവയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടുകൂടിയാണ് തേക്കടിയിൽ നിന്ന് സ്നൈഫർ ഡോഗിനെ എത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു പരിശോധനകൾ നടത്തിയത്. ഈ പരിശോധനയിലാണ് ഈ കടുവ ആ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്, അതായത് ഗ്രാമ്പി മേഖലയിൽ നിന്ന് പിൻവാങ്ങി മറ്റൊരു വശത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അത് ഈ ഒരു അരണക്കൽ മേഖലയിലേക്കാണ് എന്നുള്ളതും അവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ ഈ ഒരു സ്നിഫർ ഡോഗ് എത്തിയത് ഈ ഒരു പ്രദേശം വരെയാണ്. അതായത് നമ്മൾ കടുവയെ ആദ്യഘട്ടത്തിൽ കണ്ട ഗ്രാമ്പി മേഖലയിൽ, അതായത് ഗ്രാമ്പിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയുള്ള പ്രദേശമാണ് ഈ ഒരു അരണക്കൽ പ്രദേശം. ഈ ഒരു ഇതിനോടപ്പുറത്ത് തന്നെ ഈ ഒരു തേയിലക്കാടുകൾ പിന്നിട്ട് കഴിഞ്ഞാൽ വനാതിർത്തിയാണ്. ഈ പൂർണ്ണമായും തേയിലകൾ നിറഞ്ഞ ഒരു പ്രദേശം. താഴെ ഒരു ചെറിയ തടാകമുണ്ട്. ആ തടാകം കടന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വനാതിർത്തി പ്രദേശമാണ്. ഈ പ്രദേശത്തേക്ക് കടുവ പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനമാണ് ഇന്നലെ വനംവകുപ്പിനുണ്ടായിരുന്ന. കാട്ടിനുള്ളിലേക്ക് കടന്നിരിക്കാമെന്നൊരു നിഗമനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. പക്ഷേ ഈ കടുവയ്ക്ക് പരിക്കുള്ളത് കൊണ്ട് തന്നെ കടുവ തിരികെ വരുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് കൃത്യമായ നിരീക്ഷണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നത്. ഈ അരണക്കൽ മേഖലയിലും കൃത്യമായ നിരീക്ഷണം വനംവകുപ്പിന്റെ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ ഗ്രാമ്പി മേഖലയിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഗ്രാമ്പി മേഖലയിലും ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ ഒരുക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വനംവകുപ്പ് എല്ലാ മേഖലയിലും ഈ കടുവയെ പിടികൂടാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. കൂടാതെ മറ്റ് 2 കൂടുകൾ കൂടെ ഈ ഒരു അരണക്കൽ മേഖലയിലും അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തും ഈ കടുവ നടന്നു വന്ന മറ്റൊരു സ്ഥലത്തും ഈ ഒരു കൂട് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി അരണക്കൽ മേഖലയിൽ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതും കടുവ ഈ വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നതും. എന്തായാലും നിലവിൽ ഈ മറ്റ് തോക്ക് ഉൾപ്പെടെയുള്ളത് ഏതെങ്കിലും തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായാൽ അതിൽ പ്രതിരോധിക്കാൻ, കടുവയിൽ ഭയപ്പെടുത്താൻ വേണ്ടുന്ന ഉപകരണങ്ങൾ, തോക്കുമൊക്കെയാണ് ഉദ്യോഗസ്ഥർ നിലവിൽ റോഡിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു റോഡ് നിരവധി ആളുകൾ കടന്നു പോകുന്ന ഒരു റോഡാണ്. വണ്ടിപ്പെരിയാറ്റിൽ നിന്നും സത്രത്തിലേക്ക് പോകുന്ന റോഡാണ്. നിരവധി തോട്ടം തൊഴിലാളികൾ എത്തുന്ന റോഡ്, അതുപോലെ തന്നെ വിനോദസഞ്ചാര
വിനോദസഞ്ചാരികൾ ഈ സത്രത്തിലേക്ക് വിനോദസഞ്ചാരികൾ നിരവധിയായി എത്തുന്നുണ്ട്. ജീപ്പ് സഫാരി ഉൾപ്പെടെയുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ ഈ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന ഒരു റോഡിനോട് ചേർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ കടുവ ഉള്ളത് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ലയങ്ങളോട് ചേർന്നുള്ള പ്രദേശത്ത് ഈ കടുവ ഉണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയന്ത്രണമാമോ റോഡിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കാൽനട യാത്രക്കാർക്ക് മുമ്പോട്ട് അല്ലെങ്കിൽ കാൽനട യാത്രക്കാരെ പ്രധാനമായും അവർ തടയുന്നുണ്ട്. വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. ഇത്തരത്തിൽ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കടുവ ഈ മേഖലയിലുണ്ട് എന്നറിഞ്ഞ് എത്തിയിട്ടുള്ളതാണ്. ചേട്ടാ, നിങ്ങൾ ഈ കടുവയെ ഉണ്ടെന്നറിഞ്ഞ് വന്നതാണോ? കണ്ടിരുന്നോ നേരത്തെ കടുവയെ? ഇല്ല, കണ്ടില്ല. പേടിയുണ്ടോ? ഇവിടെ തോട്ടത്തൊഴിലാളികൾക്ക് ഒത്തിരിയുള്ള മേഖലയാണ്. അതെ, പേടിയാ, എല്ലാവർക്കും പേടിയല്ലേ, പുറത്തിറങ്ങാൻ പോലും പേടിയാ. ഇത്തരത്തിൽ കടുവയുണ്ടെന്ന് അറിഞ്ഞു വന്നതാണോ? അതെ, അറിഞ്ഞു വന്നതാ. ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ വൈകിട്ടൊക്കെ രാവിലെയൊക്കെ വാക്കിങ് നടക്കുന്നതാണ്. ഭാഗത്ത് കൂടി വാക്കിങ് നടക്കുന്നതാണ്. പേടിച്ച ഞങ്ങള് ഇന്ന് രാവിലെ നടക്കാൻ പോയിരുന്നോ? ഇല്ല, ഇത് കേട്ടിട്ട് ഞാൻ പേടിച്ച് വിട്ടിരുന്നു. അത്തരത്തിൽ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്തായാലും ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കടുവ ഇവിടെ ഉള്ളതിന്റെ ഒരു ആശങ്ക നിങ്ങൾക്കുണ്ടോ? എങ്ങനെയാണ്? രാവിലെ തന്നെ ഇപ്പോൾ വനംവകുപ്പ് നമ്മൾ വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും കടുവയാകുമ്പോൾ എല്ലാവർക്കും ആശങ്കയില്ലേ, നോക്കിക്കൊണ്ടിരിക്കുക. അവർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു തോട്ടം തൊഴിലാളിയുടെ വളർത്തുമൃഗങ്ങളെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഈ കടുവ കൂടുതൽ അക്രമാസക്തനാവുന്നൊരു സാഹചര്യമുണ്ടോ? ചിലപ്പോൾ അങ്ങനെയായിരിക്കും, നമുക്കറിയത്തില്ല. ഇനി ഫോറസ്റ്റുകാർ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിനെ കാലിന് വയ്യെന്ന് ഇത് ഗ്രാമ്പിൽ പോയ അതേ കടുവ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കയറി വന്നേക്കുന്നത്. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് വേണം എന്തെങ്കിലും പറയാൻ. ഇപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടുണ്ട്. അത്യാവശ്യം അവരെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എസ്റ്റേറ്റ് മേഖലയാണ്. അങ്ങോട്ട് പോയാലാണ് ഫാക്ടറിക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ അവരെ തൽക്കാലം ഇപ്പോൾ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, അത്തരത്തിലാണ് ഇത്. ഈ ഒരു ജോലിക്ക് പോകണ്ട, അതായത് ഇന്ന് ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് തോട്ടത്തിൽ ജോലിക്ക് പോകണ്ട എന്നൊരു നിർദ്ദേശം നിലവിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്, ഈ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക്, ഈ പ്രദേശവാസികൾ, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്, അത്തരത്തിൽ ഈ വാർഡിൻ്റെ മെമ്പറാണ്. അത്തരത്തിൽ അവർ വേണ്ട നിർദ്ദേശങ്ങൾ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഇത്തരത്തിൽ ഈ കടുവ ഉണ്ട് എന്നറിഞ്ഞ് നിരവധി ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഈ കടുവയെ കാണുന്നതിന് ഇടുന്നത് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അത് ആളുകൾക്ക് നേരെ, അതായത് ഈ മയക്കൂട് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നാൽ ഈ കടുവ എവിടേക്ക് പോകുമെന്നുള്ള കാര്യം വ്യക്തമല്ല. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്ന ഈ കടുവയ്ക്ക് പിൻകാലിന് പരിക്കുണ്ട് എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഗ്രാമ്പീയ മേഖലയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ഈ കടുവ ഇവിടെ എത്തിയെന്ന് പറയുമ്പോൾ ആ പിൻകാലിൻ്റെ പരിക്ക് അത്രത്തോളം ഗുരുതരമാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ആ പരിക്കിൻ്റെ ആ ഒരു തീവ്രത എത്രത്തോളം എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ആ ഒരു പരിക്ക് അതിൻ്റെ എത്രത്തോളം ഗുരുതരമാണോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. ഈ കടുവ ഇത്രത്തോളം ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഈ മയക്കൂട് വെക്കുമ്പോൾ ഈ കടുവ ഏത് ഭാഗത്തേക്ക് പോകുമെന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ അത് ഒരിക്കലും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ കടുവയെ കാണാൻ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ ഈ കടുവ പാഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ സുരക്ഷ, അല്ലെങ്കിൽ അവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായും ഉള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വനംവകുപ്പ് അതിനെല്ലാം തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ വനംവകുപ്പിൻ്റെ കൂടുതൽ ആളുകൾ, അതായത് ഈ ദൗത്യ സംഘത്തിൻ്റെ കൂടുതൽ ആളുകളും ഈ മേഖലയിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. ഈ ഷീൽഡൊക്കെ ധരിച്ച് എത്തുന്ന ആളുകൾ ഈ ദൗത്യ സംഘവുമായി ബന്ധപ്പെട്ട് ദൗത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ആളുകളാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ ഈ ഒരു ഡോക്ടർ എത്തേണ്ടതായുണ്ട്. ഡോക്ടർ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു നടപടികളിലേക്ക് അടിയന്തരമായി തന്നെ വനംവകുപ്പ് കടക്കും. ശരി, സുബിൻ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ഗ്രാമ്പീയും മരണക്കല്ലുമായിട്ട് 2 കിലോമീറ്റർ ദൂരമുണ്ട്. കടുവ ഇത്രയധികം ദൂരം സഞ്ചരിച്ച് വന്നു എങ്കിൽ കാലിനേറ്റ പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെയാണ് നിഗമനമെന്ന് കരുതുന്നു. സുബിൻ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, തോട്ടം മേഖലയാണ്, ഇവിടെ ജനങ്ങളുണ്ട്, തൊഴിലാളികൾ പാർക്കുന്നുണ്ട്. അല്ലാതെ ജനവാസ മേഖല കൂടിയാണോ അരണക്കല്ല്? ഈ മറ്റേ ഇടങ്ങളിൽ ഇപ്പോൾ കാണുന്ന പ്രദേശമല്ലാതെ കുറച്ച് മാറി ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഇടം വല്ലതും ഉണ്ടോ ഇവിടെ?
ഇതൊരു ജനവാസ മേഖലയാണ്. ചുറ്റും ലയങ്ങളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതെല്ലാം ലയങ്ങളാണ്. നമുക്ക് നേരെ മുമ്പിൽ കാണുന്നതും ഒരു ലയമാണ്. ഇത്തരത്തിൽ റോഡിനോട് ചേർന്നൊക്കെ ലയങ്ങളുള്ള പ്രദേശമാണ്. ഈ ലയത്തിന് പിൻവശത്തു നിന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതലായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്ത് തന്നെ ഈ ഒരു കടുവ ഉണ്ട്. അതായത് ഈ തൊട്ടടുത്ത് കാണുന്ന തേയിലത്തോട്ടത്തിൽ കടുവയുണ്ട് എന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഈ കടുവ ഏത് ഭാഗത്താണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ മുതൽ ഇവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു കാര്യം, അതായത് കടുവ എവിടെയുണ്ടെന്ന് നടക്കുന്ന കാര്യങ്ങളിലും കൃത്യമായ വിവരമുണ്ട്. ആ ഒരു ഭാഗം അദ്ദേഹം കാണിച്ചു നൽകുകയാണ്. പ്രധാനമായും ഇതിനോട് ചേർന്ന് തന്നെ മറ്റ് സ്ഥലങ്ങളുണ്ട്. അതായത് ഈ കാണുന്നതെല്ലാം ലയങ്ങളാണ്. ഇവിടെ എല്ലാം നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇത്തരത്തിൽ ഇതിനോട് ചുറ്റും നിരവധി താമസക്കാരുണ്ട്. അത്തരത്തിൽ ഒരു സാഹചര്യം, അതായത് ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ കടുത്ത ഒരു സുരക്ഷ ഈ മേഖലയിൽ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ട്. ശരി സുബൻ, എന്തായാലും ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ദൗത്യ സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഡോക്ടർ എത്തും എന്നാണ് സുബിൻ പറയുന്നത്. അതിനുശേഷം ആയിരിക്കും മയക്കുവെടി വയ്ക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുക. എന്തായാലും നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കും. തുടർ മണിക്കൂറുകളിൽ കൃത്യമായി തന്നെ ഗ്രാമ്പിയിലെ കടുവയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് എത്താം. നമുക്കിനി മറ്റ് വാർത്തകൾ കൂടി നോക്കേണ്ടത്. ഇനി നേരെ ശബരിമലയിലേക്ക് എത്താം. മീനമാസ പൂജകൾക്കായി നട തുറന്ന ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. തിരക്ക് വർദ്ധിച്ചതോടെ പുതിയ ദർശന ക്രമീകരണത്തിൽ മാറ്റവും വരുത്തിയിരുന്നു. എന്തായാലും മനോജ് സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. മനോജ്, രാവിലെ തന്നെ നല്ല തിരക്കാണോ അവിടെ? രോഹിണി, രാവിലെ മുതൽ തന്നെ തിരക്കുണ്ട്. ശബരിമല സന്നിധാനത്തേക്ക് ഇപ്പോൾ ഭക്തജനങ്ങൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ദർശന ക്രമീകരണത്തിൽ മാറ്റം വരുത്തിയിരുന്നു. എന്നാൽ മുന്നിലൂടെ മാത്രമല്ല, അതായത് ബലിക്കൽപുര വഴി മാത്രം ഭക്തജനങ്ങളെ കയറ്റി വിടുന്നില്ല. അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവർ വഴിയും ഭക്തജനങ്ങളെ കടത്തി വിടുന്നുണ്ട്. എന്തായാലും രാവിലെ മുതൽ ആരംഭിച്ച തിരക്ക് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഉഷപൂജയ്ക്ക് ശേഷം മറ്റ് ചടങ്ങുകളൊക്കെ നടക്കും. ചോറൂണൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് തന്നെയാണ് ചോറൂണ് നടക്കുക. അതിനുള്ള കുഞ്ഞു മണികണ്ഠന്മാരും അതോടൊപ്പം തന്നെ മാളികപ്പുറങ്ങളും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ മുൻവശം വഴി, അതായത് ബലിക്കൽപുര വഴി ഉള്ളിലേക്ക് കയറുന്ന ഭക്തരാണ്. അവരൊക്കെ തന്നെ അങ്ങനെ ശരണമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഉള്ളിലേക്ക് കയറുകയാണ്. ഈ സുഗമമായുള്ള ദർശനം അത് മുന്നിൽ കൂടെ ആകുമ്പോൾ ഏറെ നേരം അയ്യപ്പനെ ദർശിക്കാമെന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും ഇപ്പോൾ ഈ മുന്നിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫ്ലൈ ഓവർ വഴിയും ഇപ്പോൾ കടത്തിവിടുന്നുണ്ട്. ഈ തിരക്ക് കുറയുന്നതിനനുസരിച്ച് ഈ മുന്നിലൂടെ ആയിരിക്കും കൂടുതൽ പേരെ കടത്തിവിടുക. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സന്നിധാനം ഇപ്പോൾ ഭക്തിസാന്ദ്രമാണ്, ശരണമന്ത്ര മുഖരിതമാണ്. അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി ഓരോ ഭക്തരും അങ്ങനെ ഇരുമുടിക്കെട്ടുമായി എത്തുകയാണ്. എന്തായാലും മീനമാസ പൂജകൾക്കായി നട തുറന്നത് മുതൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഓരോ സ്ഥലത്തും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. കുഞ്ഞ് മാളികപ്പുറങ്ങളൊക്കെയാണ്. രാവിലെ എത്തിയോ? ചോറ് കൊടുക്കാൻ രാവിലെ വന്നു. അപ്പോൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. കുട്ടികളും അതോടൊപ്പം തന്നെ ഇരുമുടിക്കെട്ടുമായി അയ്യപ്പന്മാരും ഒക്കെ അങ്ങനെ എത്തുന്നുണ്ട്. മണികണ്ഠന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെ ദർശനത്തിനായി കയറുകയാണ്. പേരെന്താ? അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ അങ്ങനെ എത്തുന്നുണ്ട്. അവരൊക്കെ അങ്ങനെ ശരണമന്ത്രങ്ങൾ മുഴക്കി സ്വാമിയെ ദർശിക്കുവാൻ വേണ്ടി ഉള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഈ മുൻവശത്ത് വഴി. എന്തായാലും പുതിയ ക്രമീകരണങ്ങളെന്ന് പറയുമ്പോൾ കൊടിമരച്ചൂട്ടിൽ, അതായത് 18ാം പടി കയറിയെത്തുന്ന ഭക്തജനങ്ങൾ കൊടിമരച്ചൂട്ടിൽ നിന്നും 2 വശത്തായി ഉള്ളിലേക്ക് ഈ ബലിക്കൽപുര വഴി ഉള്ളിലേക്ക് പ്രവേശിക്കും. തുടർന്നാണ് അവിടെ നിന്നും നേരിട്ട് കാണിക്ക വഞ്ചി നടുവിൽ വെച്ചിട്ടുണ്ട്. ഇരുവശത്തുകൂടെയും നേരെ ദർശനത്തിനായി പോകാം. എന്തായാലും ഭക്തജനങ്ങളൊക്കെ തന്നെ അങ്ങനെ എത്തുകയാണ്. ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ ഓരോരുത്തരും അങ്ങനെ ഭക്തിയോടെ മനസ്സിൽ അയ്യപ്പൻ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടെ, ആ ദർശനം എന്നുള്ള ലക്ഷ്യത്തോടെ ഓരോരുത്തരും അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ മാസവും ഈ മാസപൂജകൾക്കായി, ഇപ്പോൾ മീനമാസമാണ്, മാസപൂജകൾക്കായി ഇവിടെ ഭക്തജനങ്ങൾ അങ്ങനെ എത്തുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, രാവിലെ മുതൽ തന്നെ ഇവിടെ ചോറൂണിനായി കുട്ടികളൊക്കെ എത്തും. അവരൊക്കെ അങ്ങനെ അമ്മമാരുടെ കൈകളിൽ അങ്ങനെ കാത്ത് ഇരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും അതോടൊപ്പം തന്നെ നിരവധി പേർ ആ ചോറൂണിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി വീടുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കുഞ്ഞു മണികണ്ഠന്മാരൊക്കെ ഇവിടെയൊക്കെ എത്തി
അങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഭക്തജനങ്ങളോടൊപ്പം എത്തുന്ന കുഞ്ഞു മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരും എല്ലാവരും ഇവിടേക്ക് അങ്ങനെ കാത്തിരിക്കുന്നത് ഇനി അടുത്തുള്ള ചോറൂണിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവിടെ എത്തി ആദ്യ അന്നമുണ്ട് ഈ ശാസ്താവിന് മുന്നിൽ, അയ്യപ്പന് മുന്നിൽ ആദ്യ അന്നമുണ്ട് മടങ്ങുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇവിടെ നിന്നുമാണ് അവരുടെ തുടക്കം എന്നുള്ളതാണ്. എന്തായാലും ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ എല്ലാവരും അങ്ങനെ ഭക്തിയോടെ അവരൊക്കെ ദർശനം കഴിഞ്ഞ ശേഷം ഇവിടേക്ക് എത്തിയിരിക്കുന്നതാണ്. എല്ലാവരും അങ്ങനെ ഈ കാത്തിരിക്കുകയാണ്. ഇനി അല്പസമയം മാത്രമാണ്. ഈ ഉഷപൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ ചോറൂണിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങും. എന്തായാലും ഈ ദർശന ക്രമീകരണത്തിൽ മാറ്റം വരുത്തിയതും അതോടൊപ്പം തന്നെ ഈ തിരക്കുമൊക്കെ നമുക്ക് മനസ്സിലാകും. കാരണം തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ ഈ ക്രമീകരണത്തിൽ ഓരോ മാറ്റങ്ങൾ വരുത്തേണ്ടി വരികയാണ്. ദേവസ്വം ബോർഡ് അധികൃതർ പറഞ്ഞിട്ടുള്ളത് മുൻവശം വഴി കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഭക്തജനങ്ങളെ കൂടുതലായി മുൻവശം വഴി കയറ്റും. അതോടൊപ്പം തന്നെ ഈ ഫ്ലൈ ഓവറും അങ്ങനെ നിലനിർത്തി തന്നെ പോകുമെന്നുള്ളതാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഫ്ലൈ ഓവറിലൂടെയൊക്കെ ഭക്തജനങ്ങൾ അങ്ങനെ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിവിൽ ദർശനം അനുവദിച്ചിട്ടുണ്ട്. സിവിൽ ദർശനത്തിലുള്ള ഭക്തരും അങ്ങനെ തന്നെ ദർശനത്തിനായി എത്തുന്നുണ്ട്. ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഈ ഒരു സമയം രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ ആ തിരക്ക് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സിവിൽ ദർശനത്തിലുള്ള ഈ ഭക്തരെയും കടത്തിവിടുന്നുണ്ട്. ഈ മുൻവശത്തേക്ക് സോപാനത്തിനരികിലേക്ക് അവരെത്തി അയ്യപ്പനെ തൊഴുതു വണങ്ങി അവിടെ നിന്നും ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങുക. അതായത് ഈ ബലിക്കൽപുര വഴി എത്തുന്ന ഭക്തരൊക്കെ തന്നെയും അയ്യപ്പനെ ദർശിച്ച ശേഷം ഒരേ വശത്തോട്ട് ഇടത്തോട്ട് മാത്രമാണ് പോവുക. അങ്ങോട്ടേക്ക് പോയ ശേഷമാണ് പിന്നീട് മാളികപ്പുറത്തേക്കുമൊക്കെ പോകുക. എന്തായാലും ആ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് ശബരിമല സന്നിധാനത്തുള്ളത്. 19-ാം തീയതി രാത്രിയിലാണ് ഹരിവരാസനം പാടി നടയടയ്ക്കുക. പിന്നീട് അടുത്ത ചടങ്ങുകൾക്കായാണ് തുറക്കുക. എന്തായാലും ഇപ്പോൾ ഈ ഒരു മാസപൂജയ്ക്ക് വേണ്ടി നട തുറന്നിട്ട് ഇന്ന് 14-ാം തീയതി വൈകിട്ട് 5 മണിയോടെയാണ് നട തുറന്നത്. ഇന്ന് 17-ാം തീയതി ആയിരിക്കുന്നു. ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ കൂടുതൽ ഭക്തജനങ്ങൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ നട തുറന്നു. അപ്പോൾ അതുമുതൽ തന്നെ ഈ ഭക്തജനങ്ങൾ അങ്ങനെ എത്തുന്നുണ്ട്. വ്രതം നോറ്റ് മാലയിട്ട് ആ മണികണ്ഠനെ കാണുവാൻ വേണ്ടി, അയ്യപ്പനെ കാണുവാൻ വേണ്ടി ഓരോ ഭക്തരും അങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. സാധാരണ മണ്ഡലകാലത്തുള്ള തിരക്ക് നമുക്കറിയാം. എന്നാൽ മാസപൂജയ്ക്കും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ഈ മാസപൂജയ്ക്കും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. മലയാളികളും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നിരവധി ഭക്തർ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ചടങ്ങുകൾക്കായി അതിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി നിരവധി പേർ എത്തുന്നുണ്ട്. എന്തായാലും ഈ സന്നിധാനത്ത് അങ്ങനെ തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് തുടരുന്നുണ്ട്. അവരൊക്കെ തന്നെ കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെ ഈ ദർശനമൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത ചടങ്ങുകൾക്കായുള്ള കാത്തിരിപ്പിലാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരെയും നമുക്ക് ഈ മുൻവശം ഇപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കും. അതായത് ഭക്തജനങ്ങൾ അങ്ങനെ കയറി പോകുന്ന കാഴ്ച. അതായത് ഇതാണ് ഈ ബലിക്കൽപുര എന്ന് പറയുന്നത്. അതായത് ഈ കൊടിമരത്തോട് ചേർന്ന് നിൽക്കുന്ന ബലിക്കൽപുര. ഈ ബലിക്കൽപുര വഴിയാണ് ഭക്തജനങ്ങൾ ഇപ്പോൾ കയറി പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയുള്ള ദൃശ്യങ്ങൾ. അതോടൊപ്പം തന്നെ അവരുള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളിലേക്ക് കയറുന്ന സമയം ഈ 2 വശമായി തന്നെ തിരിച്ചുകൊണ്ട്, അതായത് ഇവിടെ ഈ കാണിക്ക വഞ്ചി നമുക്ക് കാണാൻ സാധിക്കും. കാണിക്ക വഞ്ചി ഉള്ളിലാണുള്ളത്. ആ കാണിക്ക വഞ്ചി വെച്ചാണ് 2 പേരെയും തിരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഭക്തരൊക്കെ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് അങ്ങനെ തന്നെ തുടരുകയാണ്. ഇനി വരും ദിവസങ്ങളിലും ഈ നട അടയ്ക്കുന്നത് വരെ തന്നെ തിരക്ക് തുടരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ശരി, മനോജ് പറഞ്ഞതുപോലെ ഈ മാസപൂജയ്ക്കായി നട തുറന്നപ്പോൾ ഇത്തവണ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ള. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ട ചോറൂണിനായി എത്തിയിരിക്കുന്ന കുഞ്ഞ് മാളികപ്പുറങ്ങളെയും മണികണ്ഠന്മാരെയും കണ്ടു. എല്ലാവരും രാവിലെ അല്പം ഉറക്കത്തിലാണ്. ചിലരുടെ മുഖത്തൊരു ചെറിയ കുസൃതിയൊക്കെ ഉണ്ട്. ഇനി വേണം വന്ന് ആക്റ്റീവായി വരാനെന്ന് തോന്നുന്നു. എന്തായാലും ഇത്തവണ നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷുക്കണിയാണ്. അതെ അതെ അതെ, മേടം പുലരുകയാണ്. എന്തായാലും അടുത്ത മാസം വലിയ തിരക്കായിരിക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. പുതിയ ദർശന ക്രമീകരണം ഹൈബ്രിഡ് രീതിയിലേക്ക് മാറാനിരിക്കുകയാണ്. എങ്ങനെയാണ് സംവിധാനം എന്നൊക്കെ കാണാം. പക്ഷേ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും എന്തായാലും അയ്യപ്പൻ്റെ ദർശനം സുഗമമായി തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. സമരം 36-ാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം അടുത്ത തലത്തിലേക്ക് കടക്കുന്നത്. സെക്രട്ടേറിയറ്റ് കവാടങ്ങൾ ഉപരോധിച്ച് സമരം ശക്തമാക്കാനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. വിനീഷ് ചേരുന്നു. വിനീഷ്, ആശാ വർക്കർമാരുടെ സമരം 36-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. മരണം വരെ സമരം തുടരും എന്നുള്ള ശക്തമായ നിലപാടാണ് ആശാ വർക്കർമാർ വെച്ചു പുലർത്തുന്നത്. അതോടൊപ്പം ഇന്ന് സെക്രട്ടേറിയറ്റ് കവാടങ്ങൾ ഉപരോധിക്കുന്ന സമരം കൂടിയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആശാ വർക്കർമാരുടെ സമരം അത് 36-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആ 36-ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ ഒരു നിയമപരമായ പ്രതിഷേധമായിരുന്നു ആശാ വർക്കർമാരുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റുകൾ ഉപരോധിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം കടക്കുമെന്നാണ്, ഇന്നത്തെ ദിവസം കടക്കുമെന്നാണ് ആശാ വർക്കർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിയമവിരുദ്ധമായ ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു ഉപരോധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ആശാ വർക്കർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അവരുടെ സമരം അങ്ങനെ നിരന്തരമായി തുടരുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതുവരെ ഇങ്ങനെ നീണ്ടുനിന്ന ഒരു സ്ത്രീപക്ഷ സമരം അല്ലെങ്കിൽ സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സമരം സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന് മുന്നിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ ഒരു സമര ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും വലിയൊരു സമരം പൊരുതി നേടി തങ്ങൾ ചില വിജയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ അത് കേന്ദ്ര സർക്കാരിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെ കേന്ദ്രത്തിൽ വരെ കണ്ണു തുറപ്പിക്കാൻ ഈ ആശാ വർക്കർമാർക്ക് സാധിച്ചു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങ് തൊട്ടടുത്ത് കിടക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരന്തരമായി മുഖ്യമന്ത്രി ഈ സാധാരണക്കാരായ മനുഷ്യരെ ഓരോരുത്തരെയും കാണുകയാണ്. അവരൊക്കെ കാണുന്ന സമയത്ത് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ നിങ്ങളുടെ മുന്നിൽ ഇതുവരെയും പിണറായി സർക്കാർ കണ്ണു തുറക്കുന്നില്ല. എന്താണ് കാരണം? ഇന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ ഇന്ന് ഇവിടേക്ക് യാത്ര ചെയ്ത് വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ഒരു നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണോ? 232 രൂപയ്ക്ക് കൂലി എടുക്കുന്ന, പണിയെടുക്കുന്ന ആളുകൾ, കൂലി വാങ്ങുന്ന ആളുകൾ അവരെ ഭയക്കുകയാണ്. മനസ്സിലാവുന്നില്ല സത്യത്തിൽ എന്തിനാണ് ഭയക്കുന്നത്. ഞങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ ജോലി ചെയ്യുന്നതിന് കൂലി വേണം. അതാകട്ടെ ഈ ഗവൺമെൻറ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പോലെ 700 രൂപ മിനിമം വേതനം, ഏറ്റവും മിനിമമാണ് ആവശ്യപ്പെടുന്നത്. അത് അന്യായമൊന്നും ലോകത്ത് ഒരാളും പറയില്ല. നിങ്ങൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആശാ വർക്കർമാരുടെ കുടുംബം പുലർത്താനുള്ളൊരു 700 രൂപയാണ് ചോദിക്കുന്നത്. അത് വലിയൊരു തുക പോലുമല്ല, വളരെ നിസ്സാരമായ തുകയാണ്. അപ്പോൾ അത് നൽകണമെന്ന ഡിമാൻഡിനകത്ത് തുടക്കത്തിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? കാരണം ഞാൻ ഇവിടേക്ക് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് എല്ലാ ഗേറ്റുകളും മൊത്തത്തിൽ പോലീസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 1000-ലധികം പോലീസിന്റെ വലിയ സാന്നിധ്യം സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് പൂർണ്ണമായി ഉണ്ടല്ലേ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആശാ വർക്കർമാരെ പോലീസും സർക്കാരൊക്കെ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് അടുത്ത ചൂഷണത്തിന് ഇരയാവുന്നു എന്നുള്ളത് ആശാ വർക്കർമാർ നടത്തിയ സമരത്തിലൂടെയാണ് പുറം ലോകം അറിയുന്നത്. ഞങ്ങൾ ഈ സമരം ചെയ്തപ്പോൾ ഈ ഇന്നത്തെ ഉപരോധം എന്ന് പറയുന്നത് 36 ദിവസമായി സമരം ചെയ്തിട്ട് ഒരു ജനാധിപത്യപരമായി ഈ ആശാ വർക്കറും കൂടെ ചേർന്ന് തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ്. ഏതൊരു ഗവൺമെൻറ്റും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ഗവൺമെൻറ്റാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളുകളുടെ ഈ ആശാ വർക്കർ കിട്ടുന്ന ഈ തുച്ഛമായ വേതനത്തിൽ നിന്നും നികുതി കൊടുക്കുന്നുണ്ട്. ആ നികുതി പണത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഈ അഭിപ്രായം ഒന്ന് കേൾക്കാൻ, ആവലാതി ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളത്. ഫെബ്രുവരി 9 വരെയുള്ള ഓണറേറിയം നിങ്ങൾ ജോലി ചെയ്ത ദിവസം, അതിനുശേഷം സമരം ചെയ്യുന്ന ദിവസങ്ങളിലേക്ക് ഓണറേറിയം ലഭിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപമൊക്കെ ഉയരുന്നു. അതിൽ വസ്തുത എന്താണ്? കഴിഞ്ഞ ദിവസം മുതലാണ് ഈ മാസത്തെ, നമ്മൾ ഓർക്കണം, ഈ സമരം ഇരുന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രതിമാസ ഓണറേറിയം എന്നത് തരാൻ തുടങ്ങിയത്. അത് ഈ സമരത്തിൻ്റെ ഒരു വിജയമാണ്. എന്നാൽ മറുവശത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് അവർ 9-ാം തീയതി വരെ ഫീൽഡിൽ ജോലി ചെയ്തിരുന്നു, വളരെ ഭംഗിയായിട്ട് ജോലി ചെയ്തിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല, ആ ഓണറേറിയം വകയിരുത്തിയിട്ടില്ല എന്ന് തുടങ്ങിയാൽ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാവുന്നില്ല. ഇവരെങ്ങനെയാണ് ഇതിന് നേരിടാൻ പോകുന്നത്, എന്ത് ന്യായീകരണമാണ് നടത്താൻ പോകുന്നത് മനസ്സിലാവുന്നില്ല. പിണറായി കണ്ണു തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ അവസാന ഘട്ടത്തിലെങ്കിലും? ഇത് വേറെന്താ പോംവഴി? ഒരു ഗവൺമെൻറ് അല്ലേ, ആ ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? എത്ര താമസിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയാലും ഇത് പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോവില്ല, ഇത് പോകാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമരത്തെയൊക്കെ പല ഘട്ടങ്ങളിൽ അവഹേളിക്കുന്ന തരത്തിലൊക്കെയാണ് CPM നേതാക്കളും CIT-ൻ്റെ ഒക്കെ നേതാക്കൾ പോയിട്ടുള്ളത്. അവർ ഈ സ്ത്രീകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഏറ്റവും കൂടുതൽ സ്ത്രീകളൊക്കെ പ്രവർത്തിക്കുന്നത് അവിടെ കൂടിയാണെന്ന് പറയുന്നു. പക്ഷേ അവർ ഇതുപോലെ പണിയെടുത്തിട്ട് കൂലി ചോദിച്ച് വരുമ്പോൾ ആക്ഷേപിക്കുന്ന അത്തരം കാര്യങ്ങളെ സ്ത്രീകൾ എങ്ങനെയാണെന്ന്, കാരണം ആത്മാഭിമാനത്തിന് മുറിവേറ്റ് കഴിഞ്ഞാൽ സ്ത്രീകൾ വെറുതെ ഇരിക്കില്ല. അത് ഗവൺമെൻറ്റിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടത് മനസ്സിലാക്കട്ടെ. ഞങ്ങളെന്താ പറയാൻ,
വലിയ ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്. നമ്മോടൊപ്പം നമ്മുടെ റിപ്പോർട്ടർ ടിൻഡും കൂടി ചേരുന്നുണ്ട്. ടിൻഡു, കഴിഞ്ഞ കുറച്ച് നാളായി ഒരു 36 ദിവസത്തെ സമരത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഞാൻ ആ സമരസമിതി നേതാവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ടല്ലേ, ആ കാഴ്ച എന്തായിരുന്നു? സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റും നോർത്ത് ഗേറ്റും പ്രധാനമായിട്ടും കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ്റെ സൈഡിലുള്ള ഗേറ്റ്. ഈ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെ സൈഡിലുള്ള ഗേറ്റ് പൂർണ്ണമായിട്ടും പോലീസ് അടച്ച, അതായത് പോലീസ് സ്ട്രൈക്കേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും അടച്ച രീതിയിലാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. അതായത് വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 36ാമത്തെ ദിവസം ഇതുവരെ ഇവർ ഈ നിയമലംഘനങ്ങളും നടത്തിയിട്ടില്ല. ഒരു പക്ഷേ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് ഒരു നിയമലംഘന സമരത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണ് ഈ കൂടുതൽ പോലീസ് സേനയെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ പോലും 26 ദിവസം പിന്നിടുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്നോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ചർച്ച ചെയ്യണമെന്നോ ഉള്ളൊരു ഘട്ടത്തിലെത്തിയിട്ടില്ല. ഇതിനിടയിൽ 2 പ്രാവശ്യം ഈ ഓണറേറിയം നൽകാമെന്ന് പറഞ്ഞതല്ലാതെ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പുതിയ അതിലൊരു ചെറിയൊരു പ്രതികാര നടപടിയും കൂടി ഉണ്ടല്ലേ. ആ സമരം തുടങ്ങുന്നത് ഫെബ്രുവരി 9-ാം തീയതി 10-ാം തീയതി സമരം തുടങ്ങുന്നു. ഫെബ്രുവരി 9 വരെ ഈ ആശാവർക്കർമാർ ഫീൽഡിലൊക്കെ ജോലി ചെയ്ത് ആ ഒരു 9 ദിവസത്തെ പണം പോലും അല്ലെങ്കിൽ ആ ഒരു ചെറിയ തുച്ഛമായ തുക പോലും ഇതുവരെയും സർക്കാർ ഇവർക്ക് റിലീസ് ചെയ്ത് നൽകിയിട്ടില്ല. അതൊക്കെ ഒരു പ്രതികാരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും അതൊരു പ്രതികാരം നൽകും. കാരണം 10-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്ത ആശാവർക്കർമാർക്ക് 9-ാം തീയതി വരെയുള്ള ഓണറേറിയം നിഷേധിക്കുന്നു. പല ആശാവർക്കർമാരുടെ കയ്യിൽ നിന്നും ഈ റിപ്പോർട്ട് പോലും വാങ്ങിയിട്ടില്ല. റിപ്പോർട്ട് വാങ്ങാതെ ഇവർക്കുള്ള തുക നൽകാൻ സാധിക്കില്ല, മാനദണ്ഡങ്ങൾ തയ്യാറാക്കാൻ സാധിക്കില്ല. ഈ പണം ധനവകുപ്പിലേക്കൊന്നും പോകില്ല. അപ്പോൾ ഈ പണം ഇത്തരത്തിൽ പ്രതികാര നടപടി എന്ന് തന്നെ പറയാം. കാരണം ഈ സമരം ചെയ്ത ആശമാർക്ക് പണം നൽകരുത് എന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വോളണ്ടിയർമാരെ നിശ്ചയിച്ചു. ഇവർക്ക് ഈ പ്രതിഷേധം നടക്കുന്ന ദിവസം 3 ദിവസം നിർബന്ധിതമായിട്ടുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു പരിശീലന പരിപാടി വെച്ചു. അപ്പം സർക്കാർ പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും പല ഘട്ടങ്ങളിൽ ഇവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചു. ഒരു 3 ഘട്ടത്തിലെങ്കിലും ഒരു പ്രതികാര നടപടി സ്വീകരിച്ചു. പിന്നെ പല രാഷ്ട്രീയ പാർട്ടികൾ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നു. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാർ ഈ സമരപന്തലിൽ വന്നു. അപ്പോൾ അവരൊക്കെ സർക്കാരിനെ സംബന്ധിച്ചൊരു ക്ഷീണമാണ്. ആ ക്ഷീണമാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സുരേഷ് ഗോപി കൊട കൊടുത്തപ്പോൾ ഒരു CIT നേതാവ് പറഞ്ഞത് ഇന്ന് പൊതുസമൂഹത്തിലെ സ്ത്രീകൾ ഓർക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ അത്? തീർച്ചയായിട്ടും അത്തരത്തിൽ വളരെ സ്ത്രീവിരുദ്ധ പരാമർശമാണ് നടത്തിയത്. പക്ഷേ ഒരു സംഘടിതമായിട്ടൊരു പ്രക്ഷോഭം നടക്കുമ്പോൾ അത് ന്യായമാണെങ്കിൽ സമൂഹത്തിൻ്റെ പല കോണിൽ നിന്നുള്ള ആളുകൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തും. അത്തരത്തിൽ വലിയ ജെനുവിനായിട്ടുള്ള അതിനകത്തെ ആത്മാർത്ഥതയുള്ള ഐക്യദാർഢ്യമാണ്. ആ ഐക്യദാർഢ്യത്തെ വളരെ മൃഗീയമായി അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിലാണ് പരാമർശം. അതോടൊപ്പം തന്നെ ഒരു CPM നേതാവ് പറഞ്ഞത് രോഗാണുക്കൾ പടർത്തുന്ന ക്ഷുദ്രജീവികൾ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ആശാവർക്കർമാരെ പറഞ്ഞത്. ദേശാഭിമാനി പോലുള്ള പത്രങ്ങളിൽ ഇവരെ പറ്റി വളരെ മോശമായിട്ടുള്ള എഴുത്തുകളും മറ്റുമൊക്കെ വന്നപ്പോൾ ആശമാരുടെ സമരം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയായി മാറി. ആ പ്രതിസന്ധി പരിഹരിക്കുക എന്ന് പറയുന്നത് ആശമാരുടെ സമരത്തെ സത്യത്തിൽ സർക്കാർ ഭയക്കുന്നു എന്നതിനൊരു പ്രധാന ഉദാഹരണമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വലിയ അഴിമതി ആക്ഷേപങ്ങളൊക്കെ നടന്ന സമയത്താണ് ഇത്തരത്തിലൊരു സന്നാഹം ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ കാണുന്നത്. കാരണം ബേക്കറി ജംഗ്ഷനിൽ വലിയ പരിശോധന, തൊട്ടടുത്ത് വാൻഡ്രോസ് ജംഗ്ഷനിൽ വലിയ പരിശോധന, അരിസ്റ്റോ ആ ഭാഗങ്ങളിൽ ഈ എല്ലാ ഗേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന എല്ലാ വഴികളിലൊക്കെ പരിശോധന നടത്തിയാണ്. നമ്മൾ മീഡിയാസായിട്ട് പോലും മാധ്യമങ്ങളായിട്ട് പോലും നമ്മുടെ വരെ പരിശോധിച്ചുകൊണ്ട് എവിടേക്ക് പോകുന്നു എന്ന ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ്? 26,000 പേര് ഇന്നത്തെ സമരത്തിലേക്ക് എത്തും എന്നാണ് ഈ ആശാവർക്കർമാരുടെ സമരസമിതി നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണോ സർക്കാർ ഇങ്ങനെ ഭയപ്പെടുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ പറയാൻ പറ്റും. കാരണം പ്രധാനപ്പെട്ട കവാടങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പോലീസിനെ കൊണ്ട് നിറച്ചു. പ്രധാനമായിട്ടുള്ള ജംഗ്ഷനുകളെല്ലാം പോലീസിനെ കൊണ്ട് നിറച്ചു. പരിശോധനയിലൂടെ മാത്രമേ ഇങ്ങോട്ട് കടത്തിവിടികൾ 2 ദിവസം ഒരു പ്രതിഷേധ മഹാമഹമൊക്കെ സംഘടിപ്പിച്ചപ്പോഴും നിയമവിരുദ്ധമായിട്ടൊന്നും ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ഇതൊരു നിയമവിരുദ്ധ സമരമായി മാറുകയാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണത്തിന് അതീതമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ഈ വലിയൊരു സമരം സർക്കാർ എങ്ങനെ അതിനെ കാണുമെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ഉപരോധത്തിലേക്ക് തന്നെയാണ് ആശാവർക്കർമാർ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ സന്നാഹമാണ് എനിക്ക് പുറകിൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ടിൻഡു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികാര നടപടി, ഒപ്പം തന്നെ ആശാവർക്കർമാരുടെ പ്രതിനിധികളും സമിതി നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. സർക്കാരിൻ്റെ പ്രതികാരം
പിണറായി സർക്കാരിന് കണ്ണു തുറന്നേ മതിയാകൂ. തങ്ങളുടെ സമരത്തിന് അനുകൂലമായ ഇതിൽ ചർച്ചകൾക്ക് പോലും മുൻകൈ എടുക്കാൻ എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. വിനീഷ് തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ യുദ്ധസമാന സാഹചര്യം ഉണ്ടോ? അത്രമാത്രം പോലീസാണ് അവിടെ തമ്പടിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് സെക്രട്ടേറിയറ്റ് കവാടങ്ങളാണ് ഉപരോധിക്കുന്നത്. പക്ഷേ രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് പോലീസുകാരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രതിനിധികൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന റോഡുകൾ പോലും അവിടെയൊക്കെ സുരക്ഷയുണ്ട് എന്നതാണ്. ബേക്കറി ജംഗ്ഷൻ, അരിസ്റ്റോ ജംഗ്ഷൻ ഒക്കെ. അപ്പോൾ ഇത്രയധികം ഈ തയ്യാറെടുപ്പിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇവരുടെ സമര പ്രേക്ഷകരിലേക്ക് ഞങ്ങളും എത്തിക്കും. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി. കരുവന്നൂർ കള്ളപ്പണ കേസിൽ മുൻ മന്ത്രി എംപിയുമായ കെ രാധാകൃഷ്ണനെ ED ഇന്ന് ചോദ്യം ചെയ്യും. വൈകിട്ട് 5-ന് ഡൽഹി ED ഓഫീസിലെത്താൻ സമൻസ് നൽകിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് ലഭിച്ച സമൻസിനോടും കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചിട്ടില്ല. കരുവന്നൂരിലെ കള്ളപ്പണത്തിൻ്റെ പങ്ക് CPM സംഭാവനയായി കൈപ്പറ്റിയെന്ന് ED കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത്. ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, സമൻസ് കൈപ്പറ്റിയ കാര്യം, ആദ്യത്തെ സമൻസ് കൈപ്പറ്റിയ കാര്യം MP സമ്മതിച്ചിരുന്നു എങ്കിലും ഇത് ഏത് കേസിനെന്നുള്ളത് അറിയില്ല എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. പാർലമെന്റ് സമ്മേളനം ചൂണ്ടിക്കാട്ടി അന്ന് ഒഴിഞ്ഞിരുന്നു. ഇന്നും പാർലമെന്റ് സമ്മേളനമുണ്ട്. ഇതുവരെ സമൻസിന് മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല അല്ലേ? ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാജരാകുമെന്നോ ഹാജരാകില്ലെന്നോ അറിയിച്ചുകൊണ്ട് ഒരു മറുപടിയും കെ രാധാകൃഷ്ണൻ MP നൽകിയിട്ടില്ല. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന തിരക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ഹാജരാകാതിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഹാജരാകാനായിരുന്നു ആദ്യ സമൻസ്. ഈ സമൻസ് ലഭിക്കുന്ന സമയം ചെലക്കരയിലാണ് സമൻസ് എത്തിയതെന്നും അത് കൈപ്പറ്റാൻ കഴിഞ്ഞില്ല. കാരണം താൻ പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലായതുകൊണ്ടാണ് എന്നതും മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന ആവശ്യവും ഉയർത്തിയിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഘട്ട കുറ്റപത്രം ഈ മാർച്ച് അവസാനം സമർപ്പിക്കാനിരിക്കുകയാണ്. പലവട്ടം മാറ്റിയതാണ്. വിവിധ കേസുകളുടെ ബാഹുല്യം കാരണം അന്വേഷണ സംഘത്തിന് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കേണ്ടതും അന്വേഷണം പൂർത്തിയാക്കി രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കേണ്ടത് പല കാരണങ്ങളാൽ വൈകിയിരുന്നു. കഴിഞ്ഞ നവംബറിലായിരുന്നു ആദ്യം രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനിരുന്നത്. 2023 നവംബറിൽ ഒന്നാം ഘട്ട കുറ്റപത്രവും 2024 നവംബറിൽ രണ്ടാം ഘട്ട കുറ്റപത്രവും സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും തന്നെ അതിന്റെ നടപടികൾ പൂർത്തിയാക്കുക എന്നതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യമിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് അവസാനം എന്നത് ഒരു അന്തിമ തീയതിയായി കണക്കാക്കിയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ നടത്താതെ വൈകിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കെ രാധാകൃഷ്ണനെ അറിയിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ഏറ്റവും പ്രധാനമാണ്. കാരണം നേരത്തെ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചു കൂടിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഇടപാടുകൾ നടത്തി അവിടെ വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി അതിലൂടെ കോടിക്കണക്കിന് രൂപ സമാഹരിച്ച പല ആളുകളും അതിന്റെ വലിയ പങ്ക് സതീഷ് കുമാർ അടക്കമുള്ള ഒന്നാം പ്രതി സതീഷ് കുമാർ അടക്കമുള്ള ആളുകൾ CPM-ന് നൽകിയിട്ടുണ്ടെന്നും അങ്ങനെ സംഭാവന ഇനത്തിൽ കള്ളപ്പണത്തിന്റെ പങ്ക് CPM-നും ലഭിച്ചതിനാൽ ഈ സാമ്പത്തിക തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിലെ 2011 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലുള്ള CPM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് നേരത്തെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AC മൊയ്തീൻ, മുൻ മന്ത്രി കൂടിയായ AC മൊയ്തീനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. AC മൊയ്തീനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുകയും എല്ലാം ചെയ്തു. ഒപ്പം തന്നെയാണ് മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MM വർഗീസിനെ ചോദ്യം ചെയ്തു. നിലവിൽ തൊട്ടു മുമ്പ് കാലാവധിയിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MM വർഗീസിൽ നിന്നും പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. നിരവധി തവണ MM വർഗീസിനെയും ചോദ്യം ചെയ്തു. പലപ്പോഴും ഇത്തരത്തിൽ സ്വത്തുവകകൾ സംഭാവന ഇനത്തിൽ വാങ്ങിയ പണം കൊണ്ട് ജില്ലാ സെക്രട്ടറിമാരുടെ പേരുകളിലായിരുന്നു വാങ്ങിയിരുന്നത്. 75 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ അന്വേഷണ സംഘം കണ്ടുകെട്ടുക മാത്രം ചെയ്തിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CPM-ന്റെ തൃശൂർ ജില്ലയിലെ 75 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു. അതിൽ ഭൂമി അടക്കമുള്ള സ്വത്തുവകകളായിരുന്നു ഉണ്ടായിരുന്നത്. പാർട്ടി ഓഫീസ് പണിയുന്നതിനായി വാങ്ങിയ ഭൂമിയായിരുന്നത്. അങ്ങനെ കള്ളപ്പണ ഇടപാടുകളിൽ പാർട്ടി തലത്തിലുള്ള പങ്കാളിത്തം എന്താണ്, അതിൽ നേതാക്കളുടെ അന്ന് വിവിധ ഭാരവാഹിത്വങ്ങൾ വഹിച്ച നേതാക്കൾക്കുള്ള പങ്കാളിത്തങ്ങൾ എന്തെല്ലാമാണ് എന്നതിലേക്ക് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ CPM കൂടി പ്രതിപട്ടികയിൽ ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാകുന്നു. കാരണം CPM-ന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയതാണ്. അത് അഡ്ജുഡിക്കേഷൻ അതോറിറ്റി
ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. PMLA അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീലും തള്ളിക്കൊണ്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി തന്നെ ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ നടപടി അത് ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കി. സ്വാഭാവികമായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ഒപ്പം തന്നെ അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അംഗീകരിക്കുകയും കൂടി ചെയ്യുന്നതോടുകൂടി ബന്ധപ്പെട്ട ആളുകളും സ്ഥാപനങ്ങളും വ്യക്തികളും എല്ലാം തന്നെ പ്രതിപട്ടികയിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ CPM ഒരു പ്രതിപട്ടികയിൽ ഉണ്ടാകും. മാത്രമല്ല അന്ന് ഭാരവാഹികളായിരുന്ന ആളുകളിൽ ചിലരെങ്കിലും പ്രതിപട്ടികയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നേരത്തെ ഒന്നാം ഘട്ട കുറ്റപത്രത്തിൽ 55 പേരാണ് പ്രതികളായി ഉണ്ടായിരുന്നത് എങ്കിൽ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ 50ഓളം പേരെങ്കിലും പ്രതികളായി ഉണ്ടാകുമെന്ന ഒരു സൂചന തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് വലിയ തുക ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് അതിനുശേഷം തിരിച്ചടവ് മനഃപൂർവ്വം മുടക്കിക്കൊണ്ട് ബാങ്കിനെ കബളിപ്പിച്ച ആളുകളുണ്ട്. അതെല്ലാം തന്നെ വലിയ തുകകളാണ്. വ്യാജ രേഖകളിലും വ്യാജ പേരുകളിലും എല്ലാം തന്നെയാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് നിക്ഷേപങ്ങൾ വലിയ തോതിൽ ലോണുകൾ വായ്പകൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് തിരിച്ചടവ് മുടക്കി പലവട്ടം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് പോലും തിരിച്ചടക്കാൻ തയ്യാറാവുകയോ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയോ ചെയ്യാതെ ഇപ്പോഴും മുങ്ങി നടക്കുന്നത്. ഇവരെല്ലാവരും തന്നെ പ്രതിപട്ടികയിൽ വരും. ഈ ഒരു ഘട്ടത്തിലാണ് K രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത്. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞുള്ള സമയം മതി, ചോദ്യം ചെയ്താൽ മതി, പിന്നീട് മറ്റൊരു ദിവസം വീണ്ടും വരാൻ ആവശ്യപ്പെടാം എന്നൊരു കാര്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതിനോട് എങ്ങനെയാണ് K രാധാകൃഷ്ണൻ ഒടുവിൽ ഹാജരാകുമോ എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. ശരി ജിജേഷ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ കെട്ടിക്കിടക്കുന്നത് ആയിരക്കണക്കിന് പരാതികൾ. 5066 അപ്പീലുകളും 1662 പരാതികളുമാണ് തീർപ്പാകാതെ കിടക്കുന്നത്. പരാതികളിൽ മറുപടി നൽകാത്തതിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 6.35 ലക്ഷം രൂപയുടെ പിഴയാണ് വിവരാവകാശ കമ്മീഷൻ ചുമത്തിയിട്ടുള്ളത്. ജനം ബ്രേക്കിംഗ് ആണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ നൽകും. ജിജീഷ്, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസുകളിൽ നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവരാവകാശ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള അപേക്ഷകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായ മറുപടികൾ ഒരിക്കൽ പോലും ഈ അപേക്ഷകളിന്മേൽ നൽകാൻ സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. കാരണം പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ അത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. അല്ലെങ്കിൽ സർക്കാർ വലിയ തോതിൽ തന്നെ മറുപടി നൽകാൻ ബുദ്ധിമുട്ടുന്ന പല ചോദ്യങ്ങളുമാണ് ഇത്തരത്തിൽ വിവരാവകാശ നിയമപ്രകാരം ആളുകളിൽ പലരും ഒപ്പം തന്നെ വിവരാവകാശ പ്രവർത്തകരുമെല്ലാം നിരന്തരം ചോദിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടാലും ഇക്കാര്യത്തിൽ മറുപടികൾ നൽകാൻ തയ്യാറാകുന്നില്ല. അഥവാ മറുപടി നൽകുന്നുണ്ടെങ്കിൽ പോലും അത് ഒഴുക്കൻ മറ്റുള്ള ചില മറുപടികളാണ്. പലപ്പോഴും ചില അഴിമതികൾ തുറന്നു കാണിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. വലിയ തോതിലുള്ള ക്രമക്കേടുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. മനഃപൂർവ്വം പല അപേക്ഷകരുടെയും അപേക്ഷകൾ സർക്കാർ ഓഫീസുകളിൽ പൂഴ്ത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ അപേക്ഷയുടെ ഘട്ടം ഏതുവരെ എത്തി, അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തെല്ലാം പൂർത്തിയാക്കി എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ വിവരാവകാശ പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. കാരണം സർക്കാരിൽ നടക്കുന്ന സ്വന്തം താല്പര്യക്കാർക്ക് വേണ്ടിയുള്ള നിയമനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വലിയ അഴിമതികളെല്ലാം തന്നെ പുറത്തു വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിൽ ഒന്നും തന്നെ മറുപടി നൽകാൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറാകാതെ വരുമ്പോഴാണ് അപ്പീലിലേക്ക് പോകുന്നത്. ഈ അപ്പീൽ സ്വാഭാവികമായും വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിലാണ്, വലിയ എണ്ണത്തിലാണ് ഈ അപ്പീലുകൾ അവിടെ മുന്നിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അത് മുഴുവൻ പരിഗണിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഇത്രയധികം അപ്പീലുകൾ അവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലേക്ക്, വിവരാവകാശ കമ്മീഷനിലേക്ക് കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത്. അത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ചയുടെ ഭാഗമായി, അവിടെയുള്ള വിവരാവകാശ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുടെ ഭാഗമായും അവർ മനഃപൂർവ്വം തന്നെ ഇത്തരത്തിൽ ഒരു മറുപടി നൽകാൻ താമസം ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുന്നതോടുകൂടിയാണ് വലിയ തോതിൽ എത്തുന്നത്. 5066 അപ്പീലുകളും ഒപ്പം തന്നെ 1662 പരാതികളുമാണ് ഇത്തരത്തിൽ ഇനി തീർപ്പാകാനുള്ളത്. ഇത് ഓരോന്നിലും വിശദമായി തന്നെയുള്ള വാദങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടണം, അവരുടെ മറുപടികൾ കേൾക്കണം. അതിനുശേഷം മാത്രമാണ് വിവരാവകാശ കമ്മീഷൻ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുന്നത്. എന്നാൽ കൃത്യമായി തന്നെ ഈ അപേക്ഷകൾ നൽകുന്ന സമയത്ത് തന്നെ അതിന് മറുപടികൾ നൽകി പോവുക എന്ന ഒരു നടപടിയിലേക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടികൾ ഉണ്ടാകുന്നില്ല. അങ്ങനെയാണ് ഈ വലിയ തോതിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അപേക്ഷകൾ ശരിയായ മറുപടി നൽകാത്തതിനെ തുടർന്ന് 6.35 ലക്ഷം രൂപയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിവരാവകാശ കമ്മീഷൻ നേരത്തെ പിഴ ചുമത്തിയിരുന്നത്. എന്നാൽ ഈ നടപടികൾ കൊണ്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഈ മറുപടികൾ നൽകാനോ അല്ലെങ്കിൽ അനുകൂലമായ വിവരാവകാശ നിയമത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ സ്വീകരിച്ചു വരുന്നത്. കാരണം വലിയ ഒരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നിയമം എന്ന നിലയിലായിരുന്നു പാർലമെന്റ് വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. ആളുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ സർക്കാർ നാടുകളിൽ, ചുവപ്പ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കുക, ചുവപ്പ് നാടുകളിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ
തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന, എവിടെയാണ് അതിന് തടസ്സങ്ങൾ, തങ്ങളുടെ ഫയലുകൾ നീങ്ങുന്നതിന് എന്താണ് തടസ്സമെന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുക. സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാം ഒരു ധവളപത്രം പോലെ സാധാരണക്കാരന് മനസ്സിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെന്നെല്ലാമായിരുന്നു ഈ ഒരു വിവരാവകാശ നിയമം കൊണ്ട് ഉദ്ദേശിച്ചത് എങ്കിൽ തുടക്കം മുതൽ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയധികം പരാതികൾ അപ്പീലുകളായി അവിടെ എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് വിവരാവകാശ കമ്മീഷൻ കടക്കുക. എന്നാൽ ഈ പരാതികളിൽ, ഈ അപ്പീലുകളിൽ തീർപ്പുകൾ സമർപ്പിക്കുന്നതിന് കാലതാമസം നേരിടുകയുമാണ്. ശരി, എന്തായാലും ഇത്തരത്തിൽ വിവരാവകാശ കമ്മീഷനിലും ചുവപ്പ് നാട വരുന്നതോടുകൂടി തന്നെ പല പരാതികളും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എല്ലായിടത്തും ഈ സർക്കാർ തലത്തിൽ എല്ലായിടത്തും ഈ ചുവപ്പ് നാട വരുന്നത് കാരണം സാധാരണക്കാരുടെ ജീവിതമാണ് പെരുവഴിയിലാകുന്നത്. ജിജീഷാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക് കൂടി. കുരങ്ങ് ശല്യം കാരണം തെങ്ങുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന കോഴിക്കോട് വിലങ്ങാട്ടെ കർഷകൻ ജോഷിക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് വനം വകുപ്പ്. കർഷകന്റെ ജീവിതം ജനം ടിവിയാണ് റിപ്പോർട്ട് ചെയ്തത്. ജനം ഇമ്പാക്ട്. കുരങ്ങുകളുടെ ശല്യം കാരണം വിലങ്ങാട് വാളൂക്കിലെ പുല്ലപ്പള്ളി ജോഷിക്ക് 18 തെങ്ങിന്റെ തലകളാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങുകൾ കരിക്കും തേങ്ങയും പറിച്ചെടുക്കുകയാണ്. ഇവ മുകളിൽ നിന്നും വലിച്ചെറിയുന്നത് മൂലം കുട്ടികൾക്കും മുതിർന്നവർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇതോടെയാണ് ജോഷിക്ക് വീട്ടുമുറ്റത്തും പറമ്പിലുമുള്ള തെങ്ങുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നത്. ജനം ടിവി വാർത്ത ശ്രദ്ധയിൽപ്പെട്ട വനം വകുപ്പ് പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ജോഷിയുടെ പുരയിടവും കൃഷിയിടവും സന്ദർശിച്ചു. കുറ്റ്യാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിഖിൽ ജെറോമിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. തെങ്ങുകളുടെയും തേങ്ങകളുടെയും എണ്ണം കണക്കാക്കിയാണ് നഷ്ടപരിഹാര തുക തീരുമാനിക്കുക. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചാലുടൻ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. കുരങ്ങുകളെ വനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപന്നി എന്നിവയുടെ ശല്യവും പ്രദേശത്തുണ്ട്. കൃഷി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുന്ന കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ഇതിനിടയിലാണ് കുരങ്ങുകളുടെ കൂട്ടവും കർഷകർക്ക് തലവേദനയായിരിക്കുന്നത്. ജനം, കോഴിക്കോട്. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തതനുസരിച്ച് ഈ കുരങ്ങ് ശല്യം കാരണം എന്തായാലും തെങ്ങുകളുടെ തലപ്പ് മുറിച്ചു മാറ്റേണ്ടി വരിക എന്ന് പറയുന്നത് അങ്ങേറ്റം ദയനീയമായ ഒരു സാഹചര്യം. വിലങ്ങാട്ടിലെ ഈ കർഷകന്റെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ജനം ടി വി തന്നെയാണ്. അങ്ങനെയെങ്കിലും വനം വകുപ്പ് അത് കണ്ണു തുറന്ന് നടപടി എടുത്തു എന്നുള്ളത് ആശാവഹം തന്നെയാണ്. ജനം ഇമ്പാക്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ അഭിമാനപൂർവ്വം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. എന്തായാലും മറ്റ് വിശേഷങ്ങളിലേക്ക് കൂടി പോവാം അല്ലേ? അതെ, ഇനിയൊരു കൗതുക കാഴ്ച ബന്ധപ്പെട്ട വാർത്തയാണ്. മലബാറിലെ ഉത്സവ പറമ്പുകളിൽ കൗതുകമാകുകയാണ് റോബോട്ടിക് കരിങ്കാളി. മലപ്പുറം എടപ്പാൾ പോട്ടൂർ സ്വദേശി രഞ്ജീഷാണ് ഒറിജിനലിനെ വെല്ലുന്ന റോബോട്ടിക് കരിങ്കാളിയെ നിർമ്മിച്ചത്. പള്ളിവാളും കാൽച്ചിലമ്പുമായി 12 അടി ഉയരത്തിലാണ് കരിങ്കാളി. സാധാരണ ഉത്സവപ്പറമ്പുകളിൽ കരിങ്കാളിയുടെ വേഷം കെട്ടി ആടാറാണ് പതിവ്. എന്നാൽ ഒറിജിനലിനെ വെല്ലുന്ന കരിങ്കാളിയുണ്ട് മലപ്പുറം എടപ്പാളിൽ. ഭഗവതി രൂപമായ കരിങ്കാളി പുതിയ രൂപത്തിലും ഭാവത്തിലും എത്തിയത് കാഴ്ചക്കാർക്കും കൗതുകമാകുന്നു. മലബാറിലെ വിവിധ ഉത്സവങ്ങളിലേക്ക് ഈ റോബോട്ടിക് കരിങ്കാളിയെ ആവശ്യപ്പെട്ട് എത്തുന്നവരും നിരവധി. ഇല്ല, കരിങ്കാളി അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ തെയ്യങ്ങളൊക്കെ ഇതേപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വർക്കിംഗ് അല്ല, അത് വേറെ വർക്കിംഗ് ആണ്. ഇത് നമ്മൾ അതിനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു രൂപത്തിലാക്കിയത്. നിലവിലൊന്ന് ഇങ്ങനെ കാണാനില്ല ചെയ്യാൻ. പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ മോട്ടറല്ല, നമ്മളാ ചിലപ്പോൾ ഉള്ളിൽ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യാനാണ്. അപ്പം ഇതിങ്ങനത്തെ കുറേ, പിന്നെ ഒരുപാട് ഇങ്ങനെ ടൈം നിൽക്കില്ല ഇങ്ങനത്തെ സാധനം. അപ്പോൾ കുറേ അങ്ങനെ പരീക്ഷണം നടത്തിയിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. ഇത് നമ്മൾ വെച്ച് പോയാൽ പിന്നെ അതിരുന്ന് വർക്ക് ചെയ്തോളും. അങ്ങനെ ഉത്സവത്തിന് വെച്ചിട്ട് ചെയ്തതല്ല, അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പലതരത്തിലുള്ള രൂപങ്ങൾ പലരും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കരിങ്കാളി രൂപം അപൂർവമാണ്. കൈകാലുകൾക്കൊപ്പം ശരീരവും ചലിക്കുന്നുവെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്പോഞ്ച്, പൈപ്പ്, പെയിന്റ് തുടങ്ങിയവ ഉപയോഗിച്ച് വൈദ്യുതിയിലും ബാറ്ററിയിലും പ്രവർത്തിക്കുന്ന തരത്തിലാണ് നിർമ്മാണം. സ്വിച്ചിട്ടാൽ ചലിച്ചുകൊണ്ടിരിക്കും. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ വ്യത്യസ്ത ടാബ്ലോകൾ നിർമ്മിച്ചും രഞ്ജീഷ് ശ്രദ്ധ നേടിയിരുന്നു. മലബാറിൽ ഇപ്പോൾ ഉത്സവ സീസണാണ്.
ഓരോ ഉത്സവവും വ്യത്യസ്തമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഓരോ ഉത്സവ കമ്മിറ്റിയും. അങ്ങനെയാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ റോബോട്ടിക് കരിങ്കാളിയുടെ പിറവിയും. എടപ്പാളിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം. ഇനി നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നിയമസഭയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രസ്താവന കണ്ടു. എന്തെന്ന് വെച്ചാൽ ലഹരി കേസുകൾ അധികം ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല, വളരെ ഒറ്റപ്പെട്ട സംഭവം മാത്രമെന്നാണ്. പക്ഷേ യാദൃശ്ചികമെന്ന് പറയട്ടെ, അന്ന് മന്ത്രി അത് പറഞ്ഞ ദിവസം മുതൽ ലഹരി കേസുകളുടെ വാർത്തകളുടെ പ്രളയമാണ് എന്ന് വേണം പറയാൻ. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ശരിക്കും. ഈ ക്യാമ്പസുകളിലെ ലഹരി ഇടപാടുകളാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. അതിന് സമൂഹ മാധ്യമ കൂട്ടായ്മകൾ കൂടി സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് വരുന്നത്. പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിൽ ഈ ഡീലുകൾ നടക്കുന്നുണ്ട്. ആവശ്യപ്പെടുന്ന അളവിലുള്ള കഞ്ചാവ് പറയുന്ന സമയത്ത് എത്തിക്കാൻ വൻ ശൃംഖല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. ജിജേഷ് കരുണാകരൻ വീണ്ടും ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ജിജേഷ്, കളമശ്ശേരി കഞ്ചാവ് വേട്ട കേസ്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഈ ക്യാമ്പസുകളിൽ എത്രമാത്രം സജീവമായിട്ട് ഈ ശൃംഖല അല്ലെങ്കിൽ കഞ്ചാവ് വിൽപ്പന ഒക്കെ നടക്കുന്നു എന്നതിന് ഉദാഹരണമായി നമ്മൾ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടയിലാണ് ഈ സമൂഹ മാധ്യമ കൂട്ടായ്മകൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായി പ്രവർത്തിക്കുന്നു എന്ന വിവരം കൂടി. അനു, ഇത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ കൂട്ടായ്മകളിലൂടെ തന്നെയാണ് ഈ ലഹരി കച്ചവടം പ്രധാനമായും നടക്കുന്നത്. നേരത്തെ കളമശ്ശേരി പോളിടെക്നിക്കിൽ വലിയ തോതിൽ കഞ്ചാവ് വേട്ട നടന്നിരുന്നു, പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ, കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെയും അറസ്റ്റിലായ വിദ്യാർത്ഥികളെയും എല്ലാം തന്നെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ ലഹരി ഇടപാടുകൾക്ക് പ്രത്യേകമായി തന്നെ സമൂഹ മാധ്യമ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം കൂട്ടായ്മകൾ അത്തരത്തിലുണ്ടായിരുന്നു. പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ രൂപീകരിച്ചിരുന്നു. കുറച്ചുപേർ മാത്രം അതിൽ പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ട് അതിലൂടെയാണ് പ്രധാനമായും ഈ ലഹരി ഇടപാടുകൾ ഓരോ ആളുകൾക്കും ആവശ്യമുള്ള അളവ് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് പണം എത്തിക്കേണ്ടത്, എവിടെയാണ് ഈ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് ഇടുക എന്നീ കാര്യങ്ങളെല്ലാം തന്നെ പരസ്പരം സംസാരിച്ചിരുന്നത് ഇത്തരത്തിലായിരുന്നു. ഈ വിതരണക്കാർക്കാണെങ്കിലും ഇടനിലക്കാർക്കാണെങ്കിലും തന്നെ പ്രത്യേക ഗ്രൂപ്പുകളുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകളും മറ്റ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളും എല്ലാം തന്നെ പ്രത്യേകമായി തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. അതിൽ പുറത്തുനിന്നുള്ള ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാദൃച്ഛികമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് വിശ്വാസമില്ലാത്ത ഒരാൾ ആഡായാൽ പോലും കൃത്യമായി തന്നെ അതിനൊരു നിരീക്ഷണമുണ്ട്. കാരണം എക്സൈസ് സംഘവും പോലീസും എല്ലാം ഈ ഒരു സമയത്ത് ലഹരി വ്യാപനം വർദ്ധിച്ചതോടുകൂടി അവർ വലിയ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരുന്നു. കലാലയങ്ങളുടെ പരിസരങ്ങളിൽ നിരന്തരമായ നിരീക്ഷണങ്ങളുണ്ട്. അവിടെ വിദ്യാർത്ഥികളിൽ നിന്ന് പലപ്പോഴും മഫ്തിയിലെല്ലാം എത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അവർക്കൊപ്പം അവരിൽ ഒരാളായി തന്നെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുകയും ചില ഗ്രൂപ്പുകളിലെല്ലാം കടന്നു കയറി അവരുടെ ഇടപാടുകളെ കുറിച്ചുള്ള കുറെ വിവരങ്ങളെങ്കിലും ശേഖരിക്കാനും എക്സൈസ് പോലീസ് അംഗങ്ങൾക്ക് കഴിയുകയും ചെയ്തു. എന്നാൽ പലപ്പോഴും പുറത്തുനിന്നുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ആഡാകുമ്പോൾ തന്നെ, ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായി മാറുമ്പോൾ തന്നെ അതിനപ്പുറം എക്സൈസ് സംഘവും പോലീസും എങ്ങനെയാണോ ഈ ലഹരി സംഘങ്ങളെ നിരീക്ഷിക്കുന്നത് അതിനപ്പുറമുള്ള ഒരു നിരീക്ഷണം തിരിച്ചു നടത്താൻ ഈ ലഹരി സംഘങ്ങൾക്ക് കഴിയുന്നുണ്ട്. ആരാണ് അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലത്തും ആ രഹസ്യ അന്വേഷണ വിഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ് എന്നത് അവരുടെ ചിത്രങ്ങൾ സഹിതമാണ് പരസ്പരം കൈമാറിയിരുന്നത്. പലപ്പോഴും ദൂരെ നിന്ന് തന്നെ ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് ഓഫ് സംഘത്തിലെ ആളുകൾ ആരെല്ലാമാണ് എന്നെല്ലാമുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. പലപ്പോഴും അതിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ അതിൽ ചില ഉദ്യോഗസ്ഥരുടെയും തങ്ങളുടെ പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്ന അല്ലെങ്കിൽ ആ ഭാഗത്തെ വിവരങ്ങൾ കൈമാറുന്ന ഉദ്യോഗസ്ഥരാരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ അവർ കൈമാറുകയും ചെയ്തിരുന്നു. നേരത്തെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നടത്തിയ പരിശോധനയിൽ ചെറിയ ചെറിയ പൊതികളിലാക്കി വെച്ചിരിക്കുന്ന മാറ്റിയിരിക്കുന്ന കഞ്ചാവ് പൊതികളായിരുന്നു കണ്ടെത്തിയത്. 2 കിലോയോളം കഞ്ചാവ് ഒരുമിച്ച് കൊണ്ടുവന്നതിന് ശേഷം ചെറിയ അളവുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് കൈമാറാനായിരുന്നു. ഇതിന് ആവശ്യക്കാരായുള്ള വിദ്യാർത്ഥികൾ നേരിട്ടായിരുന്നില്ല ഇവരുമായി ഫോണിൽ സംസാരിച്ചിരുന്നത്. പകരം ഇത്തരം ഗ്രൂപ്പുകളിലാണ് പരസ്പര വിശ്വാസികളായ അല്ലെങ്കിൽ വലിയ വിശ്വാസമുള്ള ലഹരി ഇടപാടുകൾ മാത്രം നടത്തുന്ന ആളുകളാണ് ലഹരി വിൽപ്പനക്കാരും ഇടനിലക്കാരും ആവശ്യക്കാരും ആണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം ആഡ് ചെയ്യുന്ന ആളുകളാണ് പരസ്പരം ഇത്തരത്തിൽ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നതും ലഹരി ഇടപാടുകൾക്ക് നേതൃത്വം നൽകിയിരുന്നതും. അതെ, എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വസ്തുത തന്നെയാണ്. കാരണം എത്രത്തോളം വ്യാപനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ വഴി പോലും ഇത്തരത്തിൽ ഈ ലഹരി കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടികളെ വളർത്തുന്നതിൽ ആശങ്കകളുണ്ടാവുന്ന മാതാപിതാക്കളെയാണ് ഈ വാർത്ത വന്നത് മുതൽ ചുറ്റിനും കാണുന്നത്. എങ്ങനെ വിശ്വസിച്ച് ക്യാമ്പസുകളിലേക്ക് അയക്കും, സ്കൂളുകളിൽ പോലും ഇത് സജീവമാവുന്ന ഒരു കാഴ്ച. ലഹരി മുക്ത കായംകുളം പദ്ധതിയുമായി കായംകുളം പോലീസ് ലഹരിക്കെതിരെയുള്ള ലഹരി മുക്ത കായംകുളം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ആയിരക്കണക്കിന് പേരാണ് ഒന്നിച്ചത്. കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കൂട്ടായ്മയിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. ലഹരിക്കെതിരായ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒന്നിച്ചവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ്.
ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ വഴി സമൂഹത്തിൽ നിന്നും ലഹരിയെ വേരോടെ പിഴുതെറിയാൻ സാധിക്കുമെന്ന് കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ പറഞ്ഞു. ലഹരിമുക്ത കായംകുളം എന്ന ഒരു പദ്ധതിയുമായി നമ്മുടെ കായംകുളം പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1500 പേരോളം നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ട്. വലിയൊരു പദ്ധതിക്കാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കായംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമകളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയും അവരെ രക്ഷിക്കുകയും അതുപോലെ തന്നെ പുതുതലമുറ അതിൽ വരാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മൾ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയുടെ എല്ലാ മേഖലകളിലും കേന്ദ്രീകരിച്ച് ശ്രദ്ധയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട അവയർനെസ് ഒക്കെ നൽകാനാണ് ഈ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതിന് എല്ലാവരുടെ സഹകരണങ്ങളും നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 23-ാം തീയതി നടക്കുന്ന ആലോചന യോഗത്തിൽ വിവിധങ്ങളായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും വരും. അതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ 2025-26 ആ ഒരു അധ്യയന വർഷം പോലെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ അധ്യയന വർഷത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അവിടെ നമ്മൾ ആലോചിക്കും. അതനുസരിച്ചുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ലഹരിമുക്ത കായംകുളം എന്ന ആശയവുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു. നമ്മുടെ നാടിനെ കവർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിലാണ് കായംകുളം നഗരം. കായംകുളത്തെ സന്നദ്ധ സാമൂഹിക പ്രവർത്തകരും റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകരും ഈ നാട്ടിലെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും എല്ലാം ഒന്നിക്കുന്ന ഒരു വലിയ സംഗമം ഈ മാസം 23-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ്. ഈ ഒരു ലഹരിക്കെതിരായ ഈ നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കുചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ലഹരിമുക്ത കായംകുളം എന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അതിന് സർപ്രൈസിംഗ് ആയിട്ടുള്ള വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. അതിന് ഒരു നീതിന്യായ വ്യവസ്ഥ മുഴുവൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പോലീസ് സേന നമ്മുടെ കൂട്ടത്തിലുണ്ട്. എക്സൈസ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികളോടാണെന്നുണ്ടെങ്കിലും മതമേലധ്യക്ഷന്മാരുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളിലും ഈ ചുക്കാൻ പിടിക്കാനായിട്ട് റെക്കമെൻഡേഷനുമായിട്ട് വരരുത്. അവരെ കൂട്ടത്തിൽ കൂട്ടി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പതിയെ ഇതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കണം. കുറ്റപ്പെടുത്തലുകളല്ല. നമ്മുടെ കൂട്ടത്തിലൊരു സമൂഹത്തിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ അടർത്തിയെടുത്ത് ഒരു നന്മയുടെ പാതയിലേക്ക് നയിച്ച് അവരെ ഈ വിഷത്തിന്റെ നീരാളി കൈകളിൽ നിന്ന് മുക്തമാക്കാനായിട്ടുള്ള കൂട്ടായ ശ്രമമാണ് നമുക്ക് വേണ്ടത്. സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരികൾ തുടങ്ങിയവരും ലഹരിമുക്ത കായംകുളം പദ്ധതിയിൽ സജീവമായി സഹകരിക്കുന്നുണ്ട്. ജനം, ആലപ്പുഴ. കോവൂരിൽ രാത്രിയിൽ ഓടയിൽ വീണയാളെ ആൾക്കായുള്ള തെരച്ചിൽ രാത്രി മുഴുവനും തുടർന്നിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് കണ്ടെത്താനായത്. ഓടയിൽ നിന്ന് തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നതും. കനത്ത മഴയെ തുടർന്ന് ഓട കര കവിഞ്ഞ് ഒഴുകിയതാണ് ഈ അപകടം ഉണ്ടാകാൻ കാരണവും. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പ്രദേശത്ത് ഏറെ നേരം തെരച്ചിൽ നടത്തിയിരുന്നതാണ്. ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗൂഗിൾ, വിശദാംശങ്ങൾ. ഇന്നലെ രാത്രി 8:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു വ്യക്തിയെ, ശശി എന്ന് പറയുന്ന വ്യക്തിയെ കോവൂരിൽ നിന്ന് കാണാതായത്. അദ്ദേഹവും 3 സുഹൃത്തുക്കളും കൂടി വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് കാലുവഴുതി ഓടയിലേക്ക് വീഴുകയായിരുന്നു. പിന്നീട് ഇന്ന് പുലർച്ചെ 2 മണിയോളം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് രാവിലെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രാവിലെ ഒരു 7:30 തിരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് പാലാഴി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം വീണ അതേ തോട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയതിനു ശേഷം ഈ ഭാഗത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഇന്നലെ വലിയ മഴയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ പെയ്ത്. കോഴിക്കോടിന്റെ മലയോര മേഖലയിലടക്കം വലിയ രീതിയിലുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹവും സുഹൃത്തുക്കളും ചേർന്ന് ഒരു വെയിറ്റിംഗ് ഷെഡിൽ വർത്തമാനം പറഞ്ഞിരിക്കുന്നു. മഴയുടെ സമയത്ത് തന്നെ 8:30 അദ്ദേഹം കാലുവഴുതി ഈ തോട്ടിലേക്ക് വീണതിന് ശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. നമുക്കിപ്പോൾ കാണുന്ന പോലെ ആയിരുന്നില്ല ഇന്നലെ ഇതിന്റെ അവസ്ഥ. ഈ റോഡ് ഉൾപ്പെടെ ഈ റോഡിന്റെ 2 വശങ്ങളിലുമായിട്ട് 2 ഓടകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. 2 സ്ഥലങ്ങളിൽ കൂടി വെള്ളം പോകാൻ വേണ്ടി 2 ഓടകളുണ്ട്. ഈ 2 ഓടകളും കര കവിഞ്ഞ് ഈ റോഡിന് മുകളിൽ കൂടി വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ കനത്ത രീതിയിലുള്ള മഴ ഇന്നലെ പെയ്തു. ആ മഴ പെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 1.5 കിലോമീറ്റർ, അതായത് മൃതദേഹം കിട്ടിയതിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് 1.5 കിലോമീറ്റർ ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടിയത്. ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വെള്ളം താഴ്ന്നിട്ടുണ്ട്. ഈ 2 ഓടയും നമ്മൾ ആദ്യം കണ്ട ഭാഗത്തു നിന്നായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഈ 2 ഓടയിലെ വെള്ളങ്ങൾ പൂർണ്ണമായും റോഡിലേക്ക് കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു.
ഈ അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നാട്ടുകാരൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട്. പക്ഷേ ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് രാവിലെ 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടുകാർ ഇതുവഴി സഞ്ചരിക്കുകയായിരുന്ന നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് കിട്ടിയത്. ചെറിയ രീതിയിലാണ്, അല്ലെങ്കിൽ ഓടയുടെ വലുപ്പവും വ്യാപ്തിയും ഒക്കെ കുറവായിട്ട് നമുക്കിപ്പോൾ തോന്നുമെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ പര്യാപ്തമായ രീതിയിൽ ഇന്നലെ ഈ ഓട അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം മാറുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 മണിക്കൂറോളമാണ് ഇന്നലെ നിർത്താതെ മഴ പെയ്തത്. ആ നിർത്താതെ മഴ പെയ്തിട്ട് വലിയ രീതിയിൽ ഈ ഭാഗങ്ങളിൽ ഉൾപ്പെടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ദുസ്സഹമായ ഒഴുക്കും മഴയും കാരണം ഇന്നലെ രാത്രിയിൽ ആ മൃതദേഹം കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. നമുക്ക് കുറച്ച് ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ കാണുവാൻ വേണ്ടി സാധിക്കും. വലിയ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓടയ്ക്ക് മുകളിൽ കൂടി വീടുകളിലേക്ക് പോകാനും മറ്റുമുള്ള പാതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചില വീടുകളിലേക്കും കടകളിലേക്കും ഒക്കെ പോകാൻ വേണ്ടി താൽക്കാലികമായി ഇത്രത്തോളം സ്ഥാപിച്ചിട്ടാണുള്ളത്. അപരിചിതരായിട്ടുള്ള ആളുകളൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതിന് അതായത് ഈ ഓടയ്ക്ക് മുകളിൽ കൂടി പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള കോൺക്രീറ്റ് കൊണ്ട് കെട്ടി അടച്ച് മൂടിയിട്ടില്ല. ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. ഇതിന്റെ അടിയിൽ കൂടിയൊക്കെയാണ് ഇന്നലെ ഒരു മനുഷ്യന്റെ മൃതദേഹം ഒഴുകി വന്നത് എന്ന് വേണം ചിന്തിക്കാൻ. നമ്മുടെ മുമ്പിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണ്. അതായത് ആളുകൾ കൂടുന്ന സ്ഥലത്തെങ്കിലും ഈ കാനകൾ മൂടാനുള്ള ഒരു സംവിധാനം ഈ നമ്മുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടാവാത്തതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രിയും സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു അദ്ദേഹം കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് തെന്നി ഈ ഓടയിലേക്ക് വീണത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയ കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മോടൊപ്പം ചേരുന്നത്. എവിടെ നിന്നായിരുന്നു, എപ്പോഴായിരുന്നു നിങ്ങൾ ഈ മൃതദേഹം കണ്ടെത്തിയത്? കാണുമ്പോൾ ഇന്ന് രാവിലെ ഒരു 7 മണിയായിട്ടുണ്ട്. ഇന്നലെ രാത്രി വീണതാണ്. ഒരു 9 മണിക്കാണ് ഇയാൾ വീണുണ്ടാവുക. ആ മഴയത്താണ്. അത്രയും കുത്തിയൊഴുക്കൾ ഈ ഭാഗത്താണ് കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. തല കേട്ടും കാലുമേക്കായിട്ട് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് കണ്ടത്. ഈ ഭാഗം രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ, രാത്രി എന്നല്ല എപ്പം മഴ പെയ്താലോ ഫുൾ വെള്ളമായിരിക്കും. നല്ല റോഡ് വരെ വെള്ളം കയറി ഒഴുക്കുള്ള നല്ല കുത്തിയൊഴുക്കുള്ള ഒരു സ്ഥലമാണിത്. വളരെ പെട്ടെന്ന് മഴ പെയ്താൽ വളരെ പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുന്നില്ല. പെട്ടെന്ന് ഒരൊറ്റ മഴ പെയ്താൽ മതി, അപ്പോഴും ഈ റോഡ് നിറയും. അത്രയും വെള്ളം മുൻഭാഗത്ത് നിന്ന് ഒഴുക്ക് വരാനുണ്ട്. 3-4 ഭാഗത്തുള്ള വെള്ളം ഈ ഡ്രെയിനേജിൽ കൂടിയാണ് പുഴയിലേക്ക് പോകുന്നത്. കുറച്ച് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞാൽ പുഴയാണ്. ആ പുഴയിലേക്ക് എത്തിപ്പെടുന്ന ഹൈലൈറ്റ് മാളിന്റെ സൈഡിൽ കൂടെയുള്ള പുഴയാണ്. ഈ പോകുന്ന ഡ്രെയിനേജ് അങ്ങോട്ട് എത്തിപ്പോകുന്നതാണ്. ചേട്ടൻ ഈ നാട്ടുകാരൻ തന്നെയാണ്? ഇവിടുത്തെ ഈ നിൽക്കുന്ന സ്പോട്ട് തന്നെ, ഈ കുറച്ച് തൊട്ട മേത്തലാണ് എൻ്റെ വീട്. ഈ മരണപ്പെട്ട വ്യക്തി മരണപ്പെട്ട വ്യക്തി അറിയോ? അയാൾ ഇവിടെ ഉള്ള ആളല്ല, അയാൾ അടുത്ത ബജാറിലുള്ള മേലെ ബജാറിലുള്ള ആളാണ്. ഞങ്ങൾ കണ്ടുപരിചയം കാണുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആളെ കാണാം, അല്ലാതെ നേരിട്ട് പരിചയമല്ല. ഈ മഴ മൂലം ഈ ഗതാഗതം തടസ്സപ്പെടുക അല്ലെങ്കിൽ ഓടയിൽ കൂടെ വെള്ളം ഇങ്ങനെ, അതിനെതിരെ നിങ്ങൾ പരാതികളൊക്കെ നൽകിയിട്ടുണ്ട് നേരത്തെ? പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ റോഡ് വീതി കൂട്ടാൻ പോകുന്നത്. അതാണ് അവിടെ മഞ്ഞ പോസ്റ്റ് കാണുന്ന അത്ര വീതിയിൽ റോഡ് ഇത് വരുന്നുണ്ട്. അത്ര വീതി ഇപ്പോൾ ഈ പ്രാവശ്യം നടക്കുമോ? അതിനുള്ള സർവേ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രെയിനേജിന് പണിയും പൂർത്തീകരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. 2 ഇതാണ്. ഒന്ന് കോർപ്പറേഷൻ പഞ്ചായത്ത് ഇത് ഒളവണ്ണ പഞ്ചായത്തിൽപ്പെട്ട ഭാഗമാണ്. ഈ ഡ്രെയിനേജ് പണി കഴിഞ്ഞ് നിൽക്കുന്നത് കോർപ്പറേഷൻ വരെ ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള ഈ പ്രശ്നം, ഈ വെള്ളം പൊങ്ങുക, ഈ റോഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഇത് കുറെ നാളായിട്ട് ഇങ്ങനെയാണോ? അതിപ്പോൾ വർഷങ്ങളോളമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇത് ഇപ്പോഴാണ് ഈ റോഡിൻ്റെ വീതി കൂട്ടി വലിയ റോഡായത്. കുറേ മുന്നേ ചെറിയ റോഡായിരുന്നു. ഇതൊരു MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് അതാണ് MLA റോഡ് എന്ന് പറയുന്നത്. MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയത് കുറേ വർഷങ്ങൾക്ക് മുന്നേ. അതേ മുന്നേ ചെറിയ വരമ്പായിരുന്നത്. അതിപ്പോൾ വീതി കൂട്ടി എങ്ങനെയായി. പിന്നെ ഈ പ്രശ്നം, വെള്ളം പൊങ്ങുന്ന പ്രശ്നം ഞങ്ങൾ പല പ്രാവശ്യം നാട്ടുകാർ മൊത്തം കൂടിയിട്ട് ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ വർഷത്തിൽ വന്നിട്ട് വെള്ളം വറ്റുന്ന സമയത്ത് ഡ്രെയിനേജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ പോകും. പിന്നെ റെസിഡൻസിലുള്ള ആളുകൾ വന്നൊക്കെ വൃത്തിയാക്കും, ചണ്ടിയൊക്കെ അപ്പോൾ അവർ മണ്ണൊക്കെ നീക്കും. അങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണമൊന്നും ഇത്തവണ നടന്നിട്ടില്ല തോന്നുന്നു. ഇതൊരു മൊത്തം ചണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മഴ ഇപ്പം പെട്ടെന്ന് നമ്മൾ ഓർക്കാപ്പുറത്തുള്ള മഴയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒന്നുകൂടി വെള്ളം താന്നു കഴിഞ്ഞാൽ ആളുകൾ ബന്ധപ്പെട്ട് ഇങ്ങനെ ചെയ്യും. അത് ചെയ്യാനുള്ള സമയം ആയിട്ടില്ല. ഒന്നുകൂടി വെള്ളം കുറഞ്ഞാലോ ചെയ്യുള്ളൂ, അല്ലാതെ എടുക്കാൻ പറ്റുമല്ലോ. ഇത്തരത്തിലുള്ള പേടി ഇതുപോലത്തെ മീൻസ് മരണമല്ല, എന്തെങ്കിലും ആളുകൾ വീഴുകയോ കാണാതാവുകയോ ചെയ്യുന്ന സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട്? ഇത്തരത്തിൽ മുമ്പ് ഇവിടെ എന്തൊക്കെയാണെങ്കിൽ ആള് വീണിട്ട് ഒന്നും പറ്റിയിട്ടില്ല, ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഇതിൻ്റെ നേരെ ഇതേമാതിരി ഡ്രെയിനേജ് ഉണ്ട് ഈ ബജാറിൽ തന്നെ. അവിടെ ഒരാൾ വീണും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഇതേമാതിരി തന്നെ വന്ന് എടുത്തിട്ട് പോയതാണ്. ഇന്നതിൻ്റെ ശേഷം അവിടെ ആ ട്രെയിനിൽ കൈവേലിയൊക്കെ കെട്ടി ഇതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആള് താഴെ വീണ് പോയിട്ടുണ്ട്, വികലുണ്ട്. അപ്പോൾ എങ്ങനെ രക്ഷപ്പെടും? മരണപ്പെട്ടില്ല. അങ്ങനെ ഉണ്ടാകലുണ്ട്.
അത് തന്നെയാണ് പറയുന്നത്. അതായത് ഭരണകൂടങ്ങൾ തമ്മിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഒരു മരണം അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഒന്ന് കോർപ്പറേഷന്റെ ഭാഗമാണ്. അതായത് ഇദ്ദേഹം ശശി എന്ന് പറയുന്ന വ്യക്തി വീണത് കോർപ്പറേഷൻ ഭരിക്കുന്ന സ്ഥലത്തേതാണ്. ഇതിപ്പോൾ ഉളവളം പഞ്ചായത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു സാങ്കേതിക പ്രശ്നം മൂലമാണ് ഈ റോഡിന്റെ വികസനവും അല്ലെങ്കിൽ ഈ ഓടയുടെ നവീകരണവും ഒന്നും പൂർത്തിയാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവർ നേരത്തെ തന്നെ കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നേരത്തെ തന്നെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു, നിരവധി പരാതികൾ നൽകിയെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതേ ഓടയിൽ വീണ ആളുകളെ പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ സ്ഥലത്ത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വീണ് മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ല. നിരന്തരം പരാതികൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴെന്തായാലും ഈ റോഡിന്റെ വീതി കൂട്ടാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സർവേകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു നടപടി ആളുകളുടെ ജീവനൊന്നും അപകടം ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് തീർച്ചയായിട്ടും അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. അതിനെന്തെങ്കിലും മനുഷ്യന്മാർക്ക് അപകടം സംഭവിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിലൊരു ദുരന്തപൂർണമായ സാഹചര്യം ഉണ്ടാവണമെന്ന് ആരും വാശി പിടിക്കാൻ പാടില്ല എന്നൊരു കാര്യമാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. എന്തായാലും ശശി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ നിന്നാണ് കിട്ടിയത്. ചെറിയൊരു കണ്ടാൽ ചെറുതെന്ന് തോന്നുന്ന ഒരു ഓടയിൽ വീട് 1.5 കിലോമീറ്ററോളം അദ്ദേഹത്തിന്റെ മൃതദേഹം ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ ഈ ഓടയിൽ വീണിട്ടുണ്ട്, ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരാൾ വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും അധികൃതർ കണ്ടു തുറന്നിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ വീണ്ടും ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിന്റെയെങ്കിലും ചുവട് പിടിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എന്തായാലും സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ ശശിയുടെ മൃതദേഹം, കോവൂർ സ്വദേശിയായിട്ടുള്ള ശശിയുടെ മൃതദേഹം ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും അങ്ങേറ്റം ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കനത്ത മഴയായതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ റോഡും കാനയും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ പോയത്. കാൽ വഴുതി അതിലേക്ക് വീഴുകയായിരുന്നു. ആളുകൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പോലും നാട്ടുകാർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ഒഴുക്ക് അതിലൂടെ ഉണ്ടായിരുന്നു. എന്തായാലും അധികൃതരുടെ ഇത്തവണയെങ്കിലും കണ്ണു തുറക്കുമോ എന്നുള്ള കാര്യമാണ്. ഇത്തരം നിരന്തരം അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. കൃത്യമായി ഇതിനൊരു അറുതി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കാരണം മൂടി, അതായത് അടപ്പ് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് സ്ഥാപിക്കേണ്ടുന്ന കാനകൾ, ഇവയൊക്കെ സാധ്യമാക്കിയാൽ മാത്രമേ ഇത്തരം സാധാരണക്കാരുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഈ ഇത്തരം അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഈ കാനകളുടെ അശാസ്ത്രീയ നിർമ്മാണത്തെ കുറിച്ച് എത്ര ദുരന്തം നമ്മൾ നേരിട്ട് ധാരാളം റിപ്പോർട്ടുകൾ വന്നു. ആ സമയത്ത് മാത്രം കുറച്ച് പ്രതിഷേധമുണ്ടാവും. അത് പ്രദേശവാസികളുടെ ആയിരിക്കും. ചാനലുകളിൽ വാർത്ത ഉണ്ടാവും, മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകും. പിന്നീട് വീണ്ടും അത് മറക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴൊക്കെ ഇവരിങ്ങനെ നിരന്തരം, നമുക്കറിയാം തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ പോലും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി എത്രയോ ഓടകൾ തുറന്നു കിടക്കുന്നത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണ്. ഇതിലൊക്കെ പെടുന്നത് സാധാരണക്കാരാണ് എന്നുള്ളതാണ്. കാരണം അവർക്ക് ദൈനംദിന ജീവിത വൃത്തിക്കായി ഇങ്ങനെ ഇറങ്ങി നടന്നേ മതിയാവുകയുള്ളൂ. എസ്കോർട്ട് സംവിധാനങ്ങളോ വലിയ ആഡംബര വാഹനങ്ങളോ ഒന്നും അവർക്കില്ലല്ലോ. അതുകൊണ്ട് അവരിത്തരം അപകടങ്ങളിൽ പെടും. സാധാരണക്കാരാണ് ഈ ദുരന്തത്തിനൊക്കെ എപ്പോഴും ഇരയാകുന്നത് എന്നുള്ളതാണ്. അനു, നമുക്കിനി ഇടുക്കിയിലെ പരിക്കേറ്റ കടുവയുടെ ദൗത്യ സംഘത്തിൻ്റെയൊക്കെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. സുബിൻ അവിടെ നിന്നും ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അരണക്കല്ലിൽ കടുവയുള്ള സ്ഥലം കണ്ടെത്തി പരിശോധനയിലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡ്രോൺ നിരീക്ഷണം നടത്തിയാണ് കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്. ഉടൻ മയക്കുവെടി വയ്ക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഡോക്ടർ അനുരാജിൻ്റെ നേതൃത്വത്തിലാണ് ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുന്നത്. സുബിൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിലിപ്പോൾ കടുവ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായി തന്നെ വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഒരു കടുവ ആക്രമണം നടത്തിയ ആ ഒരു ലയത്തിനോട് ചേർന്ന ആ ഒരു വേലിയുണ്ട്. അതിനുശേഷം തേയിലക്കാടാണ്. ആ തേയിലക്കാടിന്റെ ഒരു വശത്തായാണ് നിലവിലിപ്പോൾ കടുവയുള്ളത്. ഇതിനോട് ചേർന്ന് ഈ തേയിലക്കാടുകൾക്കിടയിൽ കടുവ കിടക്കുകയാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഈ സമയത്ത് ഒരു ആക്ഷൻ നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്തരത്തിൽ ഈ കടുവ കിടക്കുകയാണ്. കൂടാതെ ഈ തേയിലക്കാടിന് ഈ തേയിലച്ചെടികൾക്കുള്ളിലായതുകൊണ്ട് കൃത്യമായി വെടിയേൽക്കണമെന്നില്ല. കൃത്യമായി വെടിയുതിർക്കുന്ന ദൗത്യ സംഘത്തിലെ ഡോക്ടർക്ക് ഈ കടുവയെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിനാൽ ഈ കടുവ അവിടെ നിന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ ഈ മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് ഈ സംഘത്തിന് കടക്കാനാകൂ. അതിനുവേണ്ടിയുള്ള ആ ഒരു താമസമാണ് നിലവിൽ ഇപ്പോൾ നേരിടുന്നത്. മറ്റ് ക്രമീകരണങ്ങൾ, അതായത് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും എടുത്തിച്ചിട്ടുണ്ട്. കൂടാതെ ദൗത്യ സംഘം പൂർണ്ണമായും ആദ്യ സംഘത്തിൽ പെടുന്ന ആകെ 50
പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ ഒരു ദൗത്യത്തിലുള്ളത്. അതിൽ 10 പേരടങ്ങുന്ന ഒരു സംഘം, ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിൽ 10 പേരടങ്ങുന്ന സംഘമാണ് ഈ ദൗത്യത്തിന് പൂർണ്ണമായും ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. നേരിട്ടെത്തി ഈ കടുവയുടെ മൈക്കോട് വെക്കാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത് ഈ 10 പേർ ചേർന്നാണ് ഈ ഒരു ദൗത്യത്തിന്റെ പൂർണ്ണമായും പങ്കെടുക്കുക. ആ ഒരു സംഘം പൂർണ്ണമായും ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥർ ഈ ഒരു തേയിലക്കാടിന്റെ അരണക്കലിലെ ഈ തേയിലക്കാടിനോട് ചേർന്നുള്ള മറ്റു പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും കടുവ ഈ ഒരു പ്രദേശം വിട്ട് മറ്റൊരിടത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത വരുത്താതെ പൂർണ്ണമായും വലയം ചെയ്ത ശേഷം ഈ കടുവയെ മൈക്കൂട് വെക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എന്തായാലും വനം വകുപ്പ് കടന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ആ കടുവ അവിടുന്ന് എഴുന്നേറ്റ് നീങ്ങേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പശുവിനെയും അതുപോലെ തന്നെ ഒരു നായയെയും ഈ കടുവ ആക്രമിച്ചു കൊണ്ടിരുന്നു. കൂടാതെ ഈ പ്രദേശത്തുണ്ടായ 2 നായ് കുട്ടികളെയും ഈ കടുവ ഭക്ഷിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഭക്ഷണം കഴിച്ച ശേഷമുള്ള വിശ്രമമാകാം എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. ഇതിനുശേഷം കടുവ അവിടെ നിന്ന് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. വെള്ളം കുടിക്കാനായി കടുവ അവിടെ നിന്ന് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരു മയക്കുവെടി വയ്ക്കുക, അത് അധികം താമസമില്ല. ഈ ഒരു അല്പസമയത്തിനകം തന്നെ ആ ഒരു നടപടിയിലേക്ക് കടക്കാനാകുമെന്നാണ് എന്തായാലും വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഗ്രാമ്പി മേഖലയിൽ കണ്ടിരുന്ന പിൻകാലിന് പരിക്കേറ്റ കടുവ അതിനെ ഈ അരണക്കൽ മേഖലയിലെ ലയങ്ങൾക്ക് സമീപത്ത് കാണുന്നത്. ഏകദേശം ഗ്രാമ്പിയിൽ നിന്ന് 2 കിലോമീറ്ററോളം ഇപ്പുറത്താണ് ഈ ഒരു അരണക്കൽ പ്രദേശമുള്ളത്. അവിടെയാണ് ഈ കടുവ എത്തിയത്. ഇന്നലെ വിശദമായ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന നടത്തിയിരുന്നു. സ്നൈഫർ ഡോഗിനൊക്കെ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കടുവ പോയ വഴികളിലൂടെ ഈ സ്നിഫർ ഡോഗ് എത്തി ഈ ഒരു അരണക്കൽ മേഖല വരെ ഈ ഡോഗ് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവ ആ പ്രദേശത്ത് നിന്ന് പിൻവാങ്ങി അരണക്കൽ മേഖല കേന്ദ്രീകരിച്ചുണ്ട് എന്ന് വനം വകുപ്പ് കൃത്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ അരണക്കൽ മേഖലയിൽ നിന്ന് ഏകദേശം അല്പ ദൂരം കൂടി സഞ്ചരിച്ചാൽ ഈ വനാതിർത്തി മേഖലയിലേക്ക് എത്തും. അതിനുശേഷം മരത്തിനുള്ളിലേക്ക് കടന്നുപോയിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അതായത് ഈ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു മല കടന്നു കഴിഞ്ഞാൽ, ഈ ഒരു തേയിലത്തോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വനാതിർത്തിയാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. അവിടേക്ക് കടന്നു പോയിട്ടുണ്ടാകാമെന്നൊരു നിഗമനമാണ് വനംവകുപ്പിനുണ്ടായിരുന്നത്. എന്നാൽ ആ നിഗമനങ്ങളെല്ലാം തന്നെ അപ്പാടെ തിരിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ ഒരു കടുവ ഈ അരണക്കൽ മേഖലയിൽ എത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്നുള്ള ആളുകൾ പകർത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും കൃത്യമായ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും കൃത്യമായ നിരീക്ഷണം നടത്തുകയും ചെയ്തു. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഗ്രാമ്പി മേഖലയിലും കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഗ്രാമ്പി മേഖലയിൽ ഉടലെടുത്തിരുന്നു. ഈ കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഗ്രാമ്പി മേഖലയിൽ ഉടലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുമെല്ലാം കൃത്യമായ സുരക്ഷ ആ ഭാഗത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഗ്രാമ്പി വിട്ട് ഈ അരണക്കൽ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. കടുവ ഈ ഭാഗത്തേക്ക് പോന്നിരിക്കാമെന്നുള്ള നിഗമനത്തിൽ ഈ മേഖലയിലും വനംവകുപ്പിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരെ ഈ ഭാഗത്തും ക്രമീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി 1 മണിയോടുകൂടി തന്നെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ വിളിച്ചറിയിച്ചപ്പോൾ തന്നെ ഈ ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്തുകയും കടുവ ഏത് ഭാഗത്താണ് എന്ന് കൃത്യമായി നിരീക്ഷിച്ച് അതിനെ ആ ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇതിനുശേഷം പുലർച്ചെ നല്ല മഞ്ഞായിരുന്നു. ഈ സമയത്താണ് എവിടെയാണ് കടുവ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ അവ്യക്തത ഉണ്ടായത്. ഇതിനുശേഷം തന്നെ ഉടൻ തന്നെ ഒരു 6:30യോടുകൂടി ഡ്രോൺ എത്തുന്നു. നടത്തിയ ഡ്രോൺ പരിശോധനയിലാണ് ഇത്തരത്തിൽ കടുവ ഈ പ്രദേശം വിട്ടു പോയിട്ടില്ല. ഇതിനോട് ചേർന്ന് ആ ലേഖനങ്ങളോട് ചേർന്നുള്ള ആ ഒരു പ്രദേശത്ത് തന്നെ കടുവ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അനുരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുകയും ഈ കടുവയെ നിരീക്ഷിക്കുകയും ചെയ്തു. അതിലാണ് ഈ ഒരു മൈക്കോട് വെക്കാൻ ഉതകുന്ന ഒരു സ്ഥലത്തല്ല നിലവിൽ ഇപ്പോൾ കടുവ കിടക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത് എന്നുള്ള കാര്യം വ്യക്തമായത്. അതോടുകൂടി ആ ഒരു കടുവ അവിടെ നിന്ന് നീങ്ങാനുള്ള ആ ഒരു താമസം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു താമസം മാത്രമാണ് ഇനി ഉള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മേഖലയിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അരണക്കൽ മേഖല ജനവാസ മേഖലയാണ്. പൂർണ്ണമായും ഈ വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് സത്രത്തിലേക്കുള്ള പ്രധാന റോഡാണിത്. ഈ റോഡിന്റെ ഇരുവശത്തും ലയങ്ങളുണ്ട്, താമസക്കാരുണ്ട്. കൂടാതെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഈ സത്രം മേഖലയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ്. കുമളിയിൽ നിന്ന് ജീപ്പ് സഫാരി ഉണ്ട്. അത്തരത്തിൽ എപ്പോഴും ആളുകളുള്ള അല്ലെങ്കിൽ വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ ഈ മേഖലയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തോട്ടം തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ജോലിക്ക് പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം തോട്ടം തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗത്തെല്ലാം ഇന്ന് തൊഴിൽ എടുക്കാൻ ആളുകൾ രാവിലെ പുലർച്ചെ എത്തിയത് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ തൊഴിലാളികൾ ഈ ഭാഗത്തേക്കൊക്കെ എത്തിയതായിരുന്നു. അതിനുശേഷം അവരെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ജനപ്രതിനിധികളെല്ലാം ചേർന്ന് തിരിച്ചയക്കുകയും ഈ എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇന്ന് ഈ പ്രദേശത്ത് ജോലികളൊന്നും നടത്തേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ
കൂടുതൽ ഭയപ്പാടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇനി കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനായില്ലെങ്കിൽ എന്ത് ചെയ്യാനാകും എന്നുള്ള ഒരു 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 ഭയം അവരുടെ ഉള്ളിലുമുണ്ട്. എന്തായാലും അത് സ്വാഭാവികം മാത്രമാണ്. കാരണം കടുവയെ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വയ്ക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. ദൗത്യ സംഘാംഗങ്ങൾ ഇപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അവർ തലങ്ങും വിലങ്ങും ഒക്കെ ഓടുന്നുണ്ട്, തിരക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായി തന്നെ ഈ മയക്കുവെടി വയ്ക്കുക, അത് കടുവയിൽ തന്നെ പതിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. ഇന്ന് തോട്ടം തൊഴിലാളികളോട് ജോലിക്കൊന്നും ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുബിൻ, ഈ ദൗത്യ സംഘം വളരെ വേഗം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഏതെങ്കിലും രീതിയിലുള്ളൊരു പുരോഗമനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ? നിലവിൽ കടുവ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് മുമ്പോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ ഒരു വിവരം ഡ്രോൺ ഉപയോഗിച്ച് കൃത്യമായി തന്നെ കടുവയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ തൊട്ടു താഴെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്, അതായത് അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ് കടുവയുള്ളത്. അതിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഡ്രോൺ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതിന്റെ താഴെ ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കടുവ എഴുന്നേറ്റതോടു കൂടിയാണെന്ന് തോന്നുന്നു ശബ്ദമുണ്ടാക്കിയത്. തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർ ആ മേൽഭാഗത്തെ ആ ഒരു ലയത്തിലേക്ക്, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യത്തിലെ രണ്ടാമത്തെ ലയത്തിന്റെ ഭാഗത്തേക്കാണ് ഈ ഉദ്യോഗസ്ഥർ കയറി പോയിട്ടുള്ളത്. ആ ഭാഗത്ത് കൃത്യമായി ആ ഒരു കടുവ ആ ഭാഗത്തേക്ക് കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താഴെ ഭാഗത്ത് നിന്ന് ആളുകൾ ഈ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് കടുവ എത്താനുള്ള ഒരു സാധ്യത, വളരെ വേഗത്തിലാണ് ഉദ്യോഗസ്ഥർ ആ ഒരു നീക്കങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥർ മുമ്പോട്ടേക്ക് ഓടുന്നത്, വളരെ വേഗത്തിലോടുന്നു. ആ ഭാഗത്ത്, അതായത് ആ ഒരു ലയത്തില് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതിൽ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ഓടിക്കയറി പോകുന്ന ആ ലയത്തിന്റെ ഭാഗത്താണ് ഇന്ന് രാവിലെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അവിടെയാണ് ഈ ഒരു പശുവിനെ കടുവ കൊന്നിട്ടിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു പശുവിനെ വീണ്ടും ഭക്ഷിക്കാനായിട്ടായിരിക്കാം കടുവ ആ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാവുക. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ആ ഭാഗത്തേക്ക് പോകുന്നത്. എന്തായാലും ഈ കടുവ നിലവിലുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് മുമ്പോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ അത്തരത്തിൽ പൊടുന്നനെയുള്ള പെട്ടെന്നുള്ളൊരു നീക്കം ഉദ്യോഗസ്ഥർ നടത്തിയത് എന്നുള്ളതാണ്. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതായത് ഈ വീടിന്റെ ഈ ഒരു ലയങ്ങൾക്ക് പിൻവശത്തായാണ് ഈ ഒരു പ്രദേശമുള്ളത്. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി അത് വിശദമാക്കിയെങ്കിൽ മാത്രമേ അതിന് കൃത്യമായൊരു വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ താഴേക്ക് മുമ്പ് അവിടേക്ക് ഓടിപ്പോയ ഉദ്യോഗസ്ഥർ താഴേക്ക് എത്തുന്നുണ്ട്. അവിടെ ആ കടുവ വീണ്ടും ആ ഒരു തേലിക്കാടിനുള്ളിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഉദ്യോഗസ്ഥർ ആദ്യം പോയ ഒരു വേഗത്തിലല്ല തിരികെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കടുവ ചിലപ്പോൾ ആ ഒരു തേലിക്കാടിനുള്ളിൽ തന്നെ വീണ്ടും ഇറങ്ങി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥർ. അതായത് ആ ദൗത്യ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ താഴെ എത്തിയിട്ടുണ്ട്. അവർ ഈ ഒരു പ്രദേശത്തേക്ക്, അതായത് നമ്മൾ നിൽക്കുന്ന ആ ഒരു മേഖലയിലേക്കാണ് നിലവിൽ ഇപ്പോൾ എത്തുന്നത്. ഡ്രോൺ നിരീക്ഷണം, അവിടെ ഡ്രോൺ വെച്ച് ഉപയോഗിച്ചുള്ള നിരീക്ഷണം അവിടെ നടത്തുന്നുണ്ട്. കടുവ എവിടെയാണ് നിലവിൽ കിടക്കുന്നത് നടക്കുള്ള നിരീക്ഷണം അവിടെ നടക്കുന്നുണ്ട്. ആ മേഖലയിൽ അവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തി എന്താണ് നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ എന്താണ് എന്നുള്ളത് പരിശോധിക്കുകയാണ്. അതിനുശേഷം, അതായത് നിലവിൽ കടുവ അവിടെ നിന്ന് നീങ്ങിയെങ്കിൽ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് കടുവ നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ഒരു നടപടിയിലേക്ക് കടക്കാനാവും ഇനി ഉദ്യോഗസ്ഥർ ശ്രമിക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കടുവയുള്ള ഈ ഒരു പ്രദേശത്ത് നിന്ന് മുമ്പോട്ടേക്ക് അവിടെ തന്നെയാണ് കടുവയുള്ളത് എന്നതിൽ സ്ഥിരീകരണം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നീങ്ങുന്നുണ്ടോ എന്നതാണ് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. മയക്കുവെടി വയ്ക്കാനുള്ള നീക്കം സജീവമാക്കുകയാണ് ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കും തത്സമയ വിവരങ്ങളിലേക്കും മടങ്ങിയെത്താം. അതിനു മുമ്പ് മറ്റു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുന്ന ആശമാരുടെ അടുത്തേക്കാണ് വീണ്ടും എത്തുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം അവർ പറഞ്ഞിരുന്നു, അത് പൊളിക്കാനായിട്ട് നിർബന്ധിത പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു എങ്കിലും അത് ബഹിഷ്കരിക്കാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം നേരിടാനായി കനത്ത പോലീസ് സന്നാഹം സെക്രട്ടേറിയറ്റിനും പരിസരത്തും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന തത്സമയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് വീണ്ടും വിനീഷാണ്. വിനീഷ്, ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിലെ സാഹചര്യത്തിൽ രാവിലെ നമ്മൾ ബുള്ളറ്റിൻ കഴിഞ്ഞതിന് ശേഷം ആശാ വർക്കർമാരുടെ ഒരു കൂട്ടം അങ്ങനെ വലുതായി വരുന്നത് കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം
നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിൻ്റെ ഒരു രഹസ്യാന്വേഷണ വിഭാഗം അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശാവർക്കർമാർ ഏകദേശം 10,000-ഓളം എത്തുന്ന ആശാവർക്കർമാർ ഇവിടേക്ക് എത്തും. സെക്രട്ടേറിയറ്റിൻ്റെ മറ്റു ഗേറ്റുകൾ, സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന ഗേറ്റുകളൊക്കെ ഉപരോധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ ആശാവർക്കർമാരുടെ ഒരു സമര നേതാക്കൾ അല്ലെങ്കിൽ ആ സമരസമിതിയുടെ നേതാക്കളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 26,000 പേർ ഈ സമരവേദിയിലേക്ക് ഈ സെക്രട്ടേറിയറ്റിനെ വളയാനായി എത്തും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും സമാനമായ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സമാനമായ ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയൊക്കെയാണോ സെക്രട്ടേറിയറ്റിന് സുരക്ഷ ഒരുക്കുന്നത് അതുപോലെയുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അത് തന്നെയാണ് രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1000-ലധികം പോലീസുകാരുടെ സാന്നിധ്യം, വനിതാ പോലീസുകാരുടെയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യം നമുക്ക് ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിലും വിവിധ ഗേറ്റുകൾക്ക് മുന്നിലും കാണാൻ സാധിക്കുന്നു. ഓരോ എത്തുന്ന ആളുകളുടെയും ID കാർഡൊക്കെ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് ഇങ്ങേക്ക് ഈ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തേക്ക് പോലും കടത്തിവിടുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും വലിയ രീതിയിൽ ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇത് 10 മടങ്ങ് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആശാവർക്കർമാരുടെ സമരം അത് 36-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ 36 ദിവസത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു മറ്റു നേരത്തെ ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ആശാവർക്കർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെങ്കിൽ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഉപരോധത്തിലേക്കൊക്കെ ആശാവർക്കർമാർ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായിരുന്നാലും നമ്മോടൊപ്പം ഈ സമരസമിതി നേതാക്കളും കൂടി നമ്മോട് ചേരുകയാണ്. രാവിലെ വലിയ ക്ഷീണത്തിലാണല്ലോ? ഞാനോ? അങ്ങനെ തോന്നുമോ? കണ്ട വലിയ എനർജിയാണ്. തീർച്ചയായിട്ടും നല്ല എനർജിയിലാണ്. എന്താ തോന്നുന്നത്? ഇന്നത്തെ സമരത്തിലേക്ക് പിണറായി സർക്കാരിന്റെ കണ്ണൊന്ന് തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ? തുറക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തുറന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കും, ഇവിടെ ഉണ്ടാവും. വലിയൊരു സ്ത്രീ പോരാട്ടമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീകൾ നയിക്കുന്ന ഒരു സമരം സെക്രട്ടേറിയറ്റിന്റെ ചരിത്രത്തിൽ ഇത്ര കാലം നീണ്ടു നിൽക്കുന്ന ഒരു സമരം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും പിണറായിക്ക് ഒരു അനക്കവുമില്ല. ഒപ്പം തന്നെ CPM-ന്റെ നേതാക്കൾ പല ഘട്ടങ്ങളിൽ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞങ്ങൾ അതിനെ ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ലാതെ നിങ്ങൾക്ക് 35 ദിവസം കൊണ്ട് മനസ്സിലായില്ലേ? നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഉയർത്തുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ഡിമാൻഡുകൾ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അനാവശ്യമായിട്ട് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയോ സമ്മർദ്ദത്തിലോ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. ഇത് ഈസി ആയിട്ട് സെറ്റിൽ ചെയ്യാവുന്ന വിഷയമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. അതൊരു ഉറച്ച തീരുമാനമാണ്. പിന്നെ അങ്ങനെ ഒരു ഉറച്ച തീരുമാനമായിട്ടല്ലേ ഈ വന്നിരിക്കുന്നത്. ഈ 35 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുമല്ലേ, നമുക്കൊരു ചാഞ്ചല്യവും ഇല്ല. ഞങ്ങളിവിടെ ഇരിക്കും. ഈ സമരത്തിനൊരു പരിഹാരം കാണാൻ സർക്കാർ ഇടപെടില്ല, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ല, അങ്ങനെ ഇടപെടൽ ഉണ്ടാകും. ഇതൊരു ആത്മവിശ്വാസം മാത്രമല്ല. അല്ലല്ല, ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ. ഒരു ജനാധിപത്യ രാജ്യത്ത് തൊഴിൽ സമരങ്ങൾ ഉണ്ടാകും. ആ സമരങ്ങൾ ഏതൊരു ഭരണകൂടമാണെങ്കിലും അത് തകർക്കാനോ അല്ലെങ്കിൽ അതില്ലാതാക്കാനോ ശ്രമം നടത്തും. ഏതൊരു ഭരണകൂടമാണെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമരങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം കണ്ടെത്താൻ കഴിയും. പക്ഷേ ജനാധിപത്യ രീതിയിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ 35 ദിവസം ഇവിടെ സമരത്തെ കണ്ടത്. ഒരു പ്രതിഷേധം, സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാനായിട്ടുള്ള ഒരു പ്രതിഷേധം. പക്ഷേ ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റുകളുടെ ഉപരോധത്തിലൊക്കെ കടക്കുമ്പോൾ അതൊരു നിയമലംഘനമായി മാറും. ഇനിയുള്ള ദിവസങ്ങളിൽ സർക്കാർ നടപടി കുറച്ചുകൂടി നിങ്ങൾക്കെതിരായി കടുപ്പിക്കും, പോലീസ് നടപടിയിലേക്കൊക്കെ പോകാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇല്ല, അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടല്ലേ നമ്മൾ സമരത്തിന് വരുന്നത്. ഇനി ഇതിൽ കൂടുതൽ കടുപ്പിക്കാനൊന്നും ഇല്ലല്ലോ, കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിയമം, സമരങ്ങൾക്ക് ഓരോ ഘട്ടമുണ്ട്. ആൾ ഓഫ് എ സഡൻ പെട്ടെന്ന് നമ്മൾ നിയമലംഘനത്തിലേക്ക് പോവുമല്ല. ഈ സമരം ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്ത് ഈ 35 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നിയമലംഘനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളും വരട്ടെ, നമുക്ക് കാണാം. നമ്മൾ ജയിലിലേക്ക് പോകാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അതിലൊക്കെ തയ്യാറാണ്. അല്ല, അതെന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ സർക്കാരിൻ്റെ, നമ്മുടെ ജയിലല്ലേ, നമ്മുടെ നികുതി പണത്തിൽ നിലനിൽക്കുന്ന ജയിലുകളല്ലേ, അതിനകത്ത് നമ്മളെന്തിനാ പേടിക്കുന്നത്? സാധാരണഗതിയിൽ ഇടതുപക്ഷ സർക്കാരിനെയൊക്കെ പറയപ്പെടുന്നത് ഒരു തൊഴിലാളി സർക്കാർ എന്നൊക്കെയാണ് പല കാലഘട്ടങ്ങളിലായി സമൂഹം വിലയിരുത്തിയിരുന്നത്. ഇപ്പോൾ എന്താണ് തോന്നുന്നത് സത്യം?
അവർ ഇടതുപക്ഷ സർക്കാരാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള നിലപാടുകൾ കാണുന്നില്ല തൊഴിലാളികളുടെ വിഷയത്തിൽ. ഉണ്ടാകുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഇവിടെയൊക്കെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ഞങ്ങളുടെ സമരത്തിൻ്റെ വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം കേരളത്തിൽ തുടങ്ങിയ ഒരു സമരം ദേശീയ തലത്തിൽ കൊണ്ടുപോകാനും ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിക്കാനും ഇന്ത്യയിലെ 10 ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാരുടെ വിഷയം, പ്രത്യേകിച്ചും സ്കീം വർക്കേഴ്സിൽ പെടുന്ന സ്ത്രീകളാണല്ലോ പണിയെടുക്കുന്നത് മുഴുവൻ സ്കീം വർക്കേഴ്സിലും. അവരുടെ ജീവിതം എത്രത്തോളം പരിതാപകരമാണ്, എത്ര വലിയ സാമ്പത്തിക ചൂഷണത്തിനും തൊഴിൽ ചൂഷണത്തിനുമാണ് അവർ വിധേയരായിക്കൊണ്ടിരിക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് ഞങ്ങളുടെ വിജയമാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനെയൊക്കെ ബന്ധിപ്പിക്കാനായിട്ട് നമുക്കൊരു ലൈസനിങ് ഓഫീസറെ ഡൽഹിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ആരാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലോ ആ ലൈസനിങ് ഓഫീസർ കേന്ദ്രത്തെ ഇത് കാര്യം ധരിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്? ഇടപെടലുണ്ടാകും. ഇച്ചിരി താമസിച്ചിട്ടാണേലും ഇടപെടലുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉണ്ടാവണമല്ലോ. ഇതിനെ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാനോ മുഖം തിരിച്ച് ഇരിക്കാനോ എല്ലാ കാലവും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇടപെടലുണ്ടാവും, പരിഹാരം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരുടെ മുഖത്ത് ആ ഭാവം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ ഏതൊരു പോരാട്ടത്തിനും തയ്യാറാണ് എന്ന ഒരു നിലപാട് തന്നെയാണ് ഈ ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് അങ്ങ് സമരത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരെ തങ്ങൾ എത്താൻ തയ്യാറാണ്. അത് ജയിലിലേക്ക് തന്നെ തങ്ങളെ പിണറായി സർക്കാർ ജയിലിലേക്ക് അടച്ചാൽ പോലും അതിൽ നിന്ന് തങ്ങൾ പിന്നോക്കം പോകില്ല. തങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ആ ഒരു സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ സമരഗേറ്റുകൾ, പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരഗേറ്റിന് സമീപത്താണ്. ആ സമരഗേറ്റിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുള്ള അവിടെയാണ് ആശാവർക്കർമാരുടെ സമരം ഇങ്ങനെ 35 ദിവസം രാപ്പകലില്ലാതെ തുടർന്നു കൊണ്ട് പോകുന്നത്. ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എനിക്ക് പുറകിലായി നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ സമരഗേറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ സജ്ജമായിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ ഒരു സമരം നടക്കുമ്പോൾ പോലീസ് ഒരുക്കുന്ന തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളല്ല ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് പുറകിലായി കാണാം വനിതാ പോലീസുകാരും മറ്റു പോലീസുകാരും ഒക്കെ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ സമര ഗേറ്റിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന് സമാനമായി തന്നെയാണ് നമുക്ക് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള കണ്ടോൺമെൻറ്റ് ഗേറ്റിലും അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ആ ഭാഗത്തൊക്കെ തന്നെ ബാരിക്കെട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ സമരത്തെ പ്രതിരോധിക്കാനുള്ള ഒരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയാനുള്ള ഒരു കാരണം. മണിക്കൂറുകളിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം കടുപ്പിക്കാൻ തന്നെയാണ് ആശമാരുടെ നീക്കം. സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി മുന്നോട്ട് പോവുകയാണ്. സമരം പൊളിക്കാനായി പോലീസ് സന്നാഹം ശക്തമാക്കി. സംസ്ഥാന സർക്കാർ ഇതിനെ നേരിടാൻ ഒരുങ്ങുമ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നവർ വീണ്ടും പ്രഖ്യാപിക്കുന്നു. നമുക്കിനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ ഉമ്മ ഷെമിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഒരുങ്ങി അന്വേഷണ സംഘം. ഷെമിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി വന്നതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം അഫാന്റെ സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. വെഞ്ഞാറമൂടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഷെമിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട്. ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നതിന് പിന്നാലെ അഫാനെ കാണണമെന്ന ആവശ്യം പങ്കുവച്ചതായാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് ഉമ്മ ഷെമിയെ ഒരിക്കൽ കൂടി കാണാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. കൊലപാതക പരമ്പരകളിൽ അഫാൻ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഉമ്മ ഷെമിയെയാണ്. അതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. നേരത്തെ മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും കേസിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. നിലവിൽ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഷെമിയുടെ മൊഴി കേസിൽ നിർണായകമാകും. അതേസമയം മറ്റു 2 കേസുകളിൽ അഫാനായി വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. സഹോദരൻ അഹ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. മറ്റു കേസുകളിൽ നേരത്തെ 2 തവണ കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിലും അഫാന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായാണ് പോലീസ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് കൂടി നടത്തുവാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ജനം, തിരുവനന്തപുരം. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് അതിരൂക്ഷ ധനപ്രതിസന്ധിയാണ്. ഈ മാസത്തെ ചെലവുകൾക്കായി മാത്രം സർക്കാരിന് വേണ്ടത് 2500 കോടി രൂപ. 5990 കോടി രൂപയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. 6000 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകണമെന്നതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ടിൻഡു ദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, വിശദാംശങ്ങൾ.
സംസ്ഥാനം അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മാസം, അതായത് ഇന്നിപ്പോൾ 17-ാം തീയതി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 23 ദിവസം സംസ്ഥാനത്തിന് കടന്നു പോകണമെങ്കിൽ 2500 കോടി രൂപയുടെ ആവശ്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6000 കോടി രൂപ കേന്ദ്രത്തോട് കടമെടുക്കാൻ അനുമതി തേടിയിട്ടുണ്ട്. 5990 കോടി രൂപ കേന്ദ്രം കടമെടുക്കാൻ അനുമതി നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് KSEBയുടെ ഇടപെടലും പങ്കാളിത്ത പെൻഷൻ ഇടപെടൽ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന് 12,000 കോടി രൂപ കടമെടുക്കാനുള്ള അല്ലെങ്കിൽ ശേഷിയുണ്ട് എന്നാണ് കേന്ദ്രത്തോട് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ധനവകുപ്പ് ശ്രമപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. കാരണം ഈ ട്രഷറിയിലേക്ക് വകുപ്പുകൾ, അതായത് മറ്റു വകുപ്പുകൾ, ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള പണം ട്രഷറിയിലേക്ക് അടിയന്തരമായിട്ട് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിവറേജസ് കോർപ്പറേഷൻ, ഇന്ധന കമ്പനികൾ തുടങ്ങിയിടത്തു നിന്നെല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ നികുതിയും കൈപ്പറ്റിയിട്ടുണ്ട്. ഈ നികുതി വരുമാനം, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ മറ്റു വകുപ്പുകളിൽ നിന്ന് ബാങ്കുകൾ നിക്ഷേപിക്കേണ്ട തുക, ഈ തുകയൊക്കെ ട്രഷറിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ സാമ്പത്തിക വർഷം ബില്ലുകൾ മടങ്ങാതെ മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ് ധനവകുപ്പിൻ്റെ വിലയിരുത്തൽ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിൽ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള തുക ട്രഷറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പല വകുപ്പുകളുടെയും പദ്ധതി വിഹിത തുകയാണ് ഇത്തരത്തിൽ ട്രഷറിയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രഷറി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിക്കുമെങ്കിലും പല വകുപ്പുകൾക്ക് നടപ്പിലാക്കേണ്ട പണം തികയാത്തൊരു സാഹചര്യം വരും. അതോടൊപ്പം തന്നെ ഈ വർഷം വിരമിക്കൽ പ്രായം 59 വയസ്സിൽ നിന്നും 59 വയസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഈ വിരമിക്കൽ പ്രായവും കൂടി ഈ വർഷം ഏറ്റെടുപ്പ് നൽകുകയാണെങ്കിൽ ജോലിയിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട് 5000 കോടി രൂപ വേണ്ടി വരും. അപ്പോൾ ആ ഒരു ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിരമിക്കൽ പ്രായം മാറ്റുന്ന കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഈ പരാധീനതകളിൽ നിന്നും രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ പരാധീനതയിൽ നിന്ന് കയറാനായിട്ട് ശ്രമകരമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടത്. അതെ, ടിൻഡു തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ഇപ്പോൾ ടിൻഡു പറഞ്ഞത് സംസ്ഥാനം എത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കണക്കുകളും വസ്തുതകളും ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിലനിൽക്കെ ഇത്രയധികം ധനപ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴും അതിവേഗത്തിൽ പൂർത്തിയാക്കുകയാണ് CPM-ന്റെ പുതിയ പാർട്ടി മന്ദിരം എന്നുള്ളതാണ്. 10 നിലകളുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ്. സംസ്ഥാനത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോഴും KSRTCക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാതിരുന്ന സാഹചര്യത്തിലും ഒക്കെ ഒരു ദിവസം പോലും AKG നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ടിൻഡു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, നമ്മൾ ഈ വാർത്തയോടൊപ്പം തന്നെ ഇതും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനം അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും CPM-ന്റെ സംസ്ഥാന കാര്യാലയമായിട്ടുള്ള AKG സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ക്ഷേമ പെൻഷനുകൾ 7 മാസം മുടങ്ങിയിട്ടുണ്ട്. KSRTC പെൻഷനുകൾ, ശമ്പളം, KSEBയിലെ പെൻഷനുകൾ, അതോടൊപ്പം തന്നെ അവസാനമായിട്ട് ആശാ വർക്കർമാർ ശമ്പളത്തിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന കാഴ്ച വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാനം അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ദിവസം പോലും AKG സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് AKG സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ഭരിച്ചിട്ട് ഏതാണ്ട് 3 വർഷങ്ങളിലേക്ക് അടുക്കുകയാണ്. 6 വർഷങ്ങൾ കൊണ്ട് 10 നിലകളുള്ള ആഡംബര കാര്യാലയം തലസ്ഥാനത്ത് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. 32 സെന്ററുകളിലായി 10 നിലകളിലായിട്ടാണ് ഈ AKG സെന്റർ ഒരുങ്ങുന്നത്. കോൺഫറൻസ് ഹാള്, പ്രത്യേക ഹാളുകൾ, പ്രത്യേക സ്വീകരണ മുറി, അതോടൊപ്പം തന്നെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിൽ പാർട്ടിക്കായിട്ട് ഒരു പുതിയ മന്ദിരം ഉയരുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ CPM എന്ന പാർട്ടി സംസ്ഥാനത്ത് ഉണ്ടാകുമോ എന്ന് പോലും ആശങ്കയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പുതിയ മന്ദിരം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആഡംബര ഹോട്ടലിനെയോ അല്ലെങ്കിൽ ഒരു 5 നക്ഷത്ര ഹോട്ടലിനെയോ അനുസ്മരിപ്പിക്കുന്ന വിധം ഒരുങ്ങിയിട്ടുള്ളത്. ഈവൻ നമ്മൾ AKG സെന്ററിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് അവിടുത്തെ ഗേറ്റിന് പോലുമുണ്ട് ഓട്ടോമാറ്റിക് അത്യാധുനിക സൗകര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ തുടരുമ്പോഴും, സാധാരണക്കാരുള്ള ജീവനക്കാർ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ തുടരുമ്പോഴും, യുവാക്കൾ തൊഴിലില്ലാതെ
ഇല്ലാതെ സംസ്ഥാനത്ത് ബുദ്ധിമുട്ടുമ്പോഴും പാർട്ടിയുടെ മന്ദിരം അതിപ്രൗഢിയോടുകൂടി തന്നെ സംസ്ഥാനത്ത് ഉയർന്നു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് വളരെ പരിതാപകരമായിട്ട് പറയേണ്ടി വരുന്ന അവസ്ഥ. രോഹിണി, തൊഴിലാളി വർഗ പാർട്ടിക്കായി തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ബഹുനില കെട്ടിടം, അതും ലക്ഷറിയസ് കെട്ടിടം, അതെ, അത്യാധുനിക സൗകര്യങ്ങളോടെ നമുക്ക് തലസ്ഥാനത്ത് ആശാവർക്കർമാരുടെ സമരം കാണാം, മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ കാണാം, മാസങ്ങളായി മുടങ്ങുന്ന KSRTC ശമ്പളം കാണാം. പക്ഷേ ഒരു ദിവസം പോലും മാറ്റിവെക്കുകയോ മുടങ്ങിയിട്ടോ ഇല്ല ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ എന്നുള്ളതാണ്. ഇഴഞ്ഞു നീങ്ങുന്ന സംസ്ഥാനത്തിന്റെ പല മേഖലകളും ഈ ധനപ്രതിസന്ധി ചൂണ്ടിക്കാട്ടുമ്പോൾ മുണ്ടു മുറുക്കിയെടുക്കണമെന്ന് ധനമന്ത്രി പറയുമ്പോൾ ഇവിടെയൊന്നും അത് കാണുന്നതേയില്ല എന്നുള്ളത്. തീർച്ചയായും ഈ ഭരിക്കുന്ന പാർട്ടിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന് ലക്ഷറീസ് ആയിട്ട് നിർമ്മിക്കാനായി പണമുണ്ട്, പാർട്ടിക്ക് ഫണ്ടുണ്ട്. എന്തായാലും ശരി, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കളമശ്ശേരിയിലെ അന്ന് കഞ്ചാവ് വേട്ട ഉണ്ടായപ്പോൾ അതിനെ തുടർന്നുള്ള കേസ് ഉണ്ടായപ്പോൾ മുൻ മന്ത്രി കൂടിയായ KT ജലീൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ലഹരി കേസുകളിൽ പിടിക്കുന്നവരിൽ കൂടുതലും മദ്രസ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുണ്ട് എന്നതാണ്. അത് പ്രത്യേകിച്ച് ജലീൽ പറഞ്ഞപ്പോൾ അത് വാർത്തയായിരുന്നു, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഇന്നലെ സമസ്ത അതിനെതിരെ ഒരു പരാമർശവുമായി രംഗത്ത് വരികയും ചെയ്തു. കൃത്യമായി തനിക്ക് ബോധ്യമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ പ്രസംഗം നടത്തിയത്. ലഹരിക്കടത്തിൽ പിടിക്കപ്പെടുന്ന മുസ്ലിം പേരുള്ള പ്രതികളിൽ 99% ചെറുപ്പത്തിൽ മതപഠനം കിട്ടിയവരാണ് എന്ന അന്വേഷണത്തിൽ മനസ്സിലായി എന്നൊക്കെ ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഇനി ഇതിനോട് സമസ്ത എങ്ങനെ പ്രതികരിക്കുമെന്ന് വേണം നോക്കി കാണേണ്ടത്. അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്? തീർച്ചയായും കഴിഞ്ഞ ദിവസം അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ ഇഫ്താർ വിരുന്ന് നടത്തിയ ഒരു പ്രസംഗം വലിയ വിവാദമായിരുന്നു. എന്തായാലും അതൊരു കൃത്യമായ അറിവോടെ, കൃത്യമായ ബോധ്യത്തോടെ, കൃത്യമായ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് താൻ ഈ പ്രസംഗം നടത്തിയെന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം KT ജലീൽ ഇട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങളാണ്. അതായത് ഈ ഇത്തരത്തിലുള്ള ലഹരി കേസുകളിൽ പിടിയിലാകുന്ന 99% മുസ്ലിം ആളുകളും കൃത്യമായി മതപഠനം നടത്തിയവരാണെന്ന് താൻ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു. അത് കൃത്യമായി തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മലബാർ മേഖലകളിൽ പിടിച്ച 200 കേസുകളിൽ 66% ഇത്തരത്തിൽ ഈ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ള ഒരു കൃത്യമായ വിവരം കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത്, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ഒരു പ്രസംഗം നടത്തി അത് നമ്മൾ വാർത്തയാക്കുകയും ചെയ്തു. ഇതിനുശേഷം അത് വലിയ വിവാദമാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെ സമസ്തയടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ KT ജലീൽ നടത്തിയ ഈ ഒരു പ്രസംഗം വലിയ വിവാദത്തിനപ്പുറത്തേക്ക് മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ വിമർശനത്തിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് താൻ ഈ പ്രസംഗം നടത്തിയെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായ ബോധ്യമുള്ള ഒരു കാര്യമാണ് താൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തികളിൽ നിന്നും ആളുകൾ പിന്തിരിക്കണം. അതിൽ തനിക്കുണ്ടാകുന്ന മനോവിഷമമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ആധാരമെന്ന് ഈ വിമർശിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ് ഇന്നത്തെ പോസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു. KT ജലീലിന്റെ ആ ഒരു കുറ്റസമ്മതം അല്ലെങ്കിൽ ഈ ഒരു പറച്ചിൽ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് KT ജലീൽ വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് തലസ്ഥാനത്ത് രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് നേതൃയോഗം ചേരും. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ജില്ലാ അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റമടക്കം ചർച്ച ചെയ്യും. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, സർക്കാരിനെതിരായ സമരപരിപാടികൾ തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയാകും. വിനീഷ് ചേരുന്നു. വിനീഷ്, പറയൂ. രോഹിണി, ഇന്ന് BJPയുടെ സംസ്ഥാന നേതൃയോഗം പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ, അഴിമതികൾ പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ, അഴിമതികൾ, ഇത് സംബന്ധിച്ചുള്ള സമര കാര്യങ്ങളിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും. ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് കേരളം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂടുതൽ മേൽക്കൈ ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും. NDA യോഗം, ഈ ഒരു നേതൃയോഗത്തിന് ശേഷം NDAയുടെ യോഗം ചേരാനുള്ള ഒരു തീരുമാനവും ഇന്നത്തെ നേതൃയോഗത്തിൽ കൈക്കൊള്ളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഒപ്പം എടുത്തു പറയേണ്ടത് BJPയുടെ നേരത്തെ ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലേക്ക് സംഘടനാ തലത്തിലുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. അതിനുശേഷം ഇനി പ്രാദേശിക തലത്തിൽ ഏരിയ പ്രസിഡന്റുമാരെയും ഏരിയ സെക്രട്ടറിമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തും. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനമായും BJP കാണുന്നത് വരുന്ന തെരഞ്ഞെടുപ്പായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പഞ്ചായത്തുകളിൽ മേൽക്കൈ സൃഷ്ടിക്കുക, കൂടുതൽ പഞ്ചായത്തുകളിൽ വിജയിച്ചു കയറുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് BJP ഇന്ന് രൂപം നൽകും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ BJP തുടങ്ങിക്കഴിഞ്ഞു. നഗരസഭകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ കോർപ്പറേഷനിൽ മത്സരിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ BJP ഇപ്പോൾ തന്നെ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷനുകളിൽ എങ്ങനെ BJPക്ക് മേൽക്കൈ സൃഷ്ടിക്കാം എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. ഏതൊക്കെ പഞ്ചായത്തിൽ ഏതൊക്കെ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് NDAയുടെ ഘടകകക്ഷിയായി നിൽക്കുന്നവർക്കൊക്കെ എങ്ങനെയൊക്കെ സീറ്റുകൾ വിഭജനം എന്നൊക്കെ കാര്യത്തിലുള്ള തീരുമാനത്തിലേക്ക് ഇന്നത്തെ നേതൃയോഗം കടക്കും. അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ചർച്ചകൾ ഇന്നത്തെ നേതൃയോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പിണറായി സർക്കാരിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ നേരത്തെ പല ഘട്ടങ്ങളിലായി ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചു കൊണ്ട് BJPയുടെ നേതാക്കൾ സമരപന്തലിലേക്ക് എത്തുന്ന കാഴ്ച, പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ പ്രശ്നം സംസ്ഥാനത്ത് വലിയ ചർച്ചയാകുമ്പോൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ അതിൽ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല. അതിനെതിരെയൊക്കെ BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നു പോകുന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. അതിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ചർച്ചയാക്കി കൊണ്ടുവന്നുകൊണ്ട് സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജ്ജമാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് BJP സംസ്ഥാന നേതൃയോഗം പോകുന്നത്. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകുന്നത്. ശരി വിനീഷ്, എന്തായാലും BJP നേതൃയോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരുമ്പോൾ വിവിധ വിഷയങ്ങളിന്മേലായിരിക്കും ചർച്ചയുണ്ടാകുക. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതി വിധിയുണ്ട് ഇന്നുണ്ടാകും. കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിൽ രാവിലെ 10:15 ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാകും വിധി പ്രസ്താവിക്കുക. ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുത ഉണ്ടെന്ന് സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയാൽ മുനമ്പം ഭൂമി വിഷയത്തിലെ വസ്തുതാ അന്വേഷണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാനാകും. കമ്മീഷൻ നിയമനം റദ്ദാക്കിയാൽ ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് വിധി കനത്ത തിരിച്ചടിയും ആകും. എന്തായാലും ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, വിശദാംശങ്ങൾ. അനു, ഇന്ന് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് അന്തിമമായി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. പ്രധാനമായും വഖഫ് സംരക്ഷണ വേദി, വഖഫ് സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകളാണ് ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെതിരെ അന്ന് തന്നെ രംഗത്ത് വന്നത്. തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിച്ചു. അതിൽ വ്യക്തമാക്കിയിരുന്നത് സർക്കാർ നിയോഗിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് യാതൊരു നിയമസാധുതയുമില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സർക്കാർ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അധികാരത്തോടു കൂടിയല്ല, അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടു കൂടിയോ അല്ല, മറിച്ച് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. അതിന്റെ നൽകുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത് അതേപടി നടപ്പിലാക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ജനങ്ങളെ കൂടി കേൾക്കുന്നതിന് വേണ്ടിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുമാണ് ഇത്തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് എന്ന കാര്യമായിരുന്നു സർക്കാർ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷന് യാതൊരു തരത്തിലുള്ള നിയമസാധ്യതയും ഇല്ല എന്നതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ അതിന്റെ അധികാര പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കണം, പൂർണ്ണമായും തന്നെ തടയണം എന്നൊരു ആവശ്യം പ്രധാനമായും വഖഫ് സംരക്ഷണ വേദിയും വഖഫിന് വേണ്ടി വാദിക്കുന്ന വിഭാഗങ്ങളും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നിരവധി സിറ്റിംഗുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷൻ നടത്തിയിരുന്നു. വഖഫ് സംരക്ഷണ വേദിയെ കേട്ടിരുന്നു. ഒപ്പം തന്നെ വഖഫ് ബോർഡിന്റെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു, അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു, അവർക്ക് പറയാനുള്ളത് കേട്ടിരുന്നു. ഒപ്പം തന്നെ ഫറൂഖ് കോളേജ്, ഈ ഭൂമി വാങ്ങിയ ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിനിധികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, അവരെ സിറ്റിംഗ് നടത്തി, അവർക്ക് പറയാനുള്ളത് കേട്ടു. ഒപ്പം തന്നെ സമരസമിതി നേതാക്കൾ അടക്കമുള്ളവരെ എല്ലാം തന്നെ കണ്ടുകൊണ്ട് ആ സിറ്റിംഗ് പൂർത്തിയാക്കി നിൽക്കുന്ന സമയത്താണ് ഒരു നിയമ പോരാട്ടത്തിലേക്ക് അത് മാറുന്നതും തുടർന്ന് താൽക്കാലികമായി ഇപ്പോൾ സമിതി മരവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി ജിജീഷ്.
കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാനൊരുങ്ങുന്ന വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഡൽഹിയിൽ പ്രതിഷേധം. ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള കക്ഷികൾ പങ്കെടുക്കും. ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഇത്തരം പ്രതിഷേധമെന്ന് വഖഫ് JPC ചെയർമാൻ ജഗദാംബിക പാൽ വിമർശിച്ചു. अब उस कानून के खिलाफ अगर ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड कल देश की राजधानी दिल्ली में जंतर मंतर पे प्रदर्शन करने जा रही है तो आखिर किस सवाल पे ऐसा अमेंडमेंट के बाद जो एक बेहतर कानून बन करके आएगा और जो ट्रांसपेरेंट ढंग से उसको वाकिफ का जो मंशा होती थी वक्फ करने का और उस वक्त का फायदा गरीब, पसमानदा महिलाओं को, खवातीन को, विधवाओं को, बच्चों को उनके एजुकेशन के लिए, हेल्थ के लिए मिलेगा। अभी आज की तारीख में वक्फ की प्रॉपर्टी से किसी गरीब मुस्लिम को या विधवा महिला बच्चों को क्या फायदा मिल रहा है? കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇന്ന് ഡൽഹിയിൽ വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധം അരങ്ങേറുകയാണ്. പക്ഷേ ഇത് വെറും രാഷ്ട്രീയ നാടകമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ. രോഹിണി, ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നേരത്തെ തന്നെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഈ വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ഡൽഹിയിലെ ജന്തർ മന്ദറിലാണ് ഈ പ്രതിഷേധ യോഗം എന്ന നിലയിൽ ഒരു വലിയ സമ്മേളനം ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ശിവസേന, ഉദ്ധവ് വിഭാഗം, NCP, ശരത് പവാർ വിഭാഗം തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വിളിച്ചിട്ടുള്ള ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും രാവിലെ 10 മണിക്ക് ജന്തർ മന്ദറിൽ ഈ പ്രതിഷേധ യോഗം ആരംഭിക്കും. രോഹിണി. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. US ജയിലുകളിൽ കഴിയുന്ന 200-ലേറെ കൊടും കുറ്റവാളികളായ വെനസ്വേലക്കാരെ എൽ സാൽവഡോറിലേക്ക് നാട് കടത്തിയ വാർത്തയാണ്. 1 വർഷത്തേക്കായിരിക്കും കുറ്റവാളികളെ എൽ സാൽവഡോറിലെ ജയിലിൽ പാർപ്പിക്കുകയെന്ന് പ്രസിഡന്റ് നായബ് ബക്ലെ അറിയിച്ചിട്ടുണ്ട്. ഐസൻ ജോസ് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ഐസൻ, വിശദാംശങ്ങൾ. തീർച്ചയായും മനു, ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുകയും തുടർന്ന് ഇത്തരത്തിൽ നാടുകടത്തൽ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. വെനസ്വേലക്കാരായവർ എൽ സാൽവഡോറിലെത്തി ഈ കുറ്റവാളികളെന്ന വിവരമാണ് എൽ സാൽവഡോർ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ജയിലുകളിൽ തിങ്ങി നിറയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി കൂടുതൽ ഇത്തരത്തിൽ അനധികൃത താമസക്കാരെ ജയിലുകളിൽ പാർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചന നേരത്തെ ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയിലെ തന്നെ ജയിൽ പുള്ളികളെ കുറെ കൂടി വിശാലമായ സൗകര്യങ്ങളുള്ള മറ്റു രാജ്യങ്ങളിലെ ജയിലിലേക്ക് മാറ്റി തുടർ നടപടികൾ, മറ്റ് ഡിപ്പോർട്ടേഷൻ നടപടികളും തുടർന്നായ നടപടികൾക്ക് മുന്നോടിയായുള്ള ഡിറ്റൻഷൻ നടപടികൾക്കെല്ലാം തന്നെ നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ എൽ സാൽവഡോറിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഒരു തുക, കൃത്യമായ ഫീസ് നൽകിയാണ് ഇവരെ മാറ്റി അത് എൽ സാൽവഡോർ സർക്കാരിന് നൽകുന്നുണ്ടെന്നും പ്രസിഡന്റ് അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിൽ കൂടുതൽ കുറ്റവാളികൾ ജയിലിൽ കഴിയുന്നവരെ കൂടുതലും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി ഇത്തരത്തിലുള്ള നാടുകടത്തൽ നടപടികളും അതുപോലെ തന്നെ അനധികൃതമായി താമസിക്കുന്നവരെ പിടികൂടി ഇത്തരത്തിൽ തടങ്കലിലാക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം നടന്നിരിക്കുന്നത് എന്നാണ് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടത്. പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ വാർത്താ ദിനം സജീവമാകും എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഞങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. എന്തായാലും എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്തേ.